നാരായണ. ഹരി ഓം ഹരി ഓം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃശിഷ്ട ഭഗവാൻ ഭജാംസി മേ.
സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം. മഹാത്മാ കേരളത്തിൻ്റെ നവോത്ഥാന പരിപാടികൾക്ക് നാരായണ ഗുരുദേവനോടും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയോടുമൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയൊരു മഹാപുരുഷൻ തന്നെയാണ്. ഒരു ധീരനായിട്ടുള്ള ഒരു പോരാളി കൂടിയാണ് അദ്ദേഹം. ആധ്യാത്മികതയിൽ ഊന്നി നിന്ന്, സാംസ്കാരികതയിൽ ഊന്നി നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വിപ്ലവം എന്നാൽ മാറ്റമാണ്. മനുഷ്യരുടെ ചിന്താഗതിയിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് വിപ്ലവം എന്ന് പറയുക. അല്ലാതെ യുദ്ധങ്ങളല്ല, കോലാഹലങ്ങളല്ല. അപ്പോൾ ആ രീതിയിൽ കേരള ജനമനസ്സുകളിൽ വലിയ സ്വാധീനം ചെലുത്തി പരിവർത്തനം വരുത്തിയ ഒരു മഹാപുരുഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മഹാത്മാ എന്നുള്ള നാമധേയവും നാരായണ ഗുരുദേവനാണ് തോന്നുന്നു കൽപ്പിച്ചത്. മഹാത്മാ എന്നുള്ളതായിട്ടുള്ള നാമധേയം അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തു. 1863 തിരുവനന്തപുരത്ത് ജനിച്ചതാണ്. ഇന്നേക്ക് 161 വർഷമായി. അദ്ദേഹത്തിൻ്റെ 161ാം ജയന്തിയാണ്. ഏറ്റവും അധസ്ഥിതമായ ആ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹമെങ്കിലും വളരെ ഉന്നതമായിട്ടുള്ള അറിവും ചിന്താഗതിയും പ്രവൃത്തികളും ചെയ്ത ഒരു മഹാത്മാ. അന്ന് കാലത്ത് ഈ പുലയർ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ SC വിഭാഗത്തിൽപ്പെടുന്നതായിട്ടുള്ള ആളുകൾക്ക് വഴി നടക്കാനൊന്നും സ്വാതന്ത്ര്യമില്ലാതിരുന്ന എത്രയോ 64 അടി എന്നൊക്കെ കണക്കാണ് അന്ന് ദൂരെ നടക്കണം മറ്റുള്ള പ്രമാണിമാരിൽ നിന്ന്, പ്രഭുക്കന്മാരിൽ നിന്നൊക്കെ.
അന്നത്തെ സവർണർ എന്ന് പറയുന്ന നായന്മാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ബ്രാഹ്മണരും അവരിൽ നിന്നൊക്കെ വളരെ അകലെ നടക്കേണ്ടതും പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരും എന്നാൽ അതിന്റെ ഫലമൊന്നും അവർക്ക് അർഹതയില്ലാതെ എന്താ പറയുക കുഴികുത്തി അതിൽ ഭക്ഷണം കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. അപ്പം അതിനൊക്കെ മാറ്റം വരണമെന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരെ എല്ലാം ഒരേപോലെ കാണണം എല്ലാവരും എന്നുള്ള ആ സമദർശനത്തിലേക്ക് നയിക്കാൻ ആധ്യാത്മികതയിൽ ഊന്നിക്കൊണ്ട് ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഒപ്പം ഇവർക്ക് 3 പേർക്കും ഗുരു ഒന്നാണ്. തൈക്കാട്ട് അയ്യ എന്ന് പറയുന്ന ഇവിടുത്തെ എന്താ പറയുക തിരുവിതാംകൂർ രാജഗുരു കൂടിയാണ് അദ്ദേഹം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പോലും ഒരു ഉപദേശകനും ഗുരുസ്ഥാനീയനുമായിരുന്ന തൈക്കാട്ട് അയ്യ എന്ന ആ മഹാത്മാവിൽ നിന്നാണ് ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുദേവനും അയ്യങ്കാളിയും 3 പേരും യോഗവിദ്യകളും അധ്യാത്മവിദ്യകളും എല്ലാം അഭ്യസിച്ചത്. അപ്പോൾ ആ ശക്തിയാണ്, ആ തൈക്കാട്ട് അയ്യാവാണ് ശരിക്കും കേരളത്തിലെ ആദ്യത്തെ ഒരു നവോത്ഥാന നായകൻ. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിലൂടെയാണ് അദ്ദേഹം അത് കൂടുതലായിട്ട് വ്യാപിപ്പിച്ചത്. അപ്പം അതിൽ പ്രമുഖനാണ് അയ്യങ്കാളിയും. അതുപോലെ തന്നെ മറ്റൊരു സദാനന്ദ സ്വാമികളുണ്ടായിരുന്നു. ഇപ്പോൾ പത്തനാപുരത്ത് സദാനന്ദാശ്രമം ഇപ്പോൾ കുറച്ച് തർക്കങ്ങളിലൊക്കെ കിടക്കുകയാണ് ആ ആശ്രമം. അനേക ഭൂസ്വത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവ് 1000 ഏക്കറോളം ഭൂമി കൊടുത്തതായിട്ടുള്ള വലിയൊരു ആശ്രമമായിരുന്നു. ഇപ്പം അതിന് എല്ലാം അന്യം നിന്ന് പോയി 10-200 ഏക്കർ ബാക്കിയുണ്ട്. അതിന്റെ പേരിൽ പരസ്പരം കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കേസുകളും ഗുണ്ടാവണ്ടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സ്വാമി സദാനന്ദ അദ്ദേഹം പാലക്കാട്ടുകാരനായിരുന്നു. പാലക്കാട്ടുകാരനൊരു മേനോനായിരുന്നു. അദ്ദേഹം അവിടെ പോയി തിരുവനന്തപുരത്ത് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇവരുടെയൊക്കെ സമകാലികനായിരുന്നു. ചട്ടമ്പിസ്വാമികൾക്കും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ സമകാലികനായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂർ രാജകുടുംബത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം, അദ്ദേഹത്തിന്റെ ശിഷ്യഭാവമാണ് ഈ അയ്യങ്കാളിക്കുണ്ടായിരുന്നത്. ആ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയിലുള്ള യാത്ര, രാജപാതയിലൂടെയുള്ള യാത്രയ്ക്ക് ഏറ്റവും അധികം എന്താ പറയുക ധൈര്യം കൊടുത്തതും അതിന് രാജാവിന്റെ പിന്തുണ വാങ്ങിച്ചു കൊടുത്തതും, ശ്രീമൂലം തിരുനാളായിരുന്നു അന്ന് രാജാവ് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പിന്തുണ വാങ്ങിച്ചു കൊടുത്തതും ഈ സദാനന്ദ സ്വാമികളാണ്. അപ്പം അങ്ങനെ അന്ന് എന്താ പറയുക പുലയ സമുദായത്തിൽപ്പെട്ടവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു കാര്യം ധീരനായി അദ്ദേഹം ചെയ്തു. നായർ പ്രമാണിമാരെയും മറ്റുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വില്ലുവണ്ടിയിൽ തലപ്പാവും ധരിച്ച് നല്ല കോട്ടും ധരിച്ച് അല്ലെ കടുക്കനിട്ട് മീശ വെച്ച്, അന്നതൊന്നും വെക്കാൻ പാടില്ലാത്തതാണ്. മീശ വെക്കാൻ അർഹതയില്ല, മേൽവസ്ത്രം ധരിക്കാൻ അർഹതയില്ല, തലപ്പാവ് ധരിക്കാൻ അർഹതയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും രാജകീയമായി വേഷം കെട്ടി തലപ്പാവൊക്കെ ഗംഭീരമായിട്ട് കെട്ടി അദ്ദേഹം വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ മുകൾ ഭാഗം കവേർഡായിരിക്കുന്ന രാജകീയമായിട്ടുള്ള പ്രഭുക്കന്മാർ സഞ്ചരിക്കുന്ന ഒരു വണ്ടിയിൽ സഞ്ചരിച്ചത്. അതുപോലെ തന്നെ അന്നത്തെ ആ തൊഴിലാളി വർഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അർഹിക്കുന്ന മര്യാദ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കൃഷികൾ നടത്തില്ല എന്ന് ആഹ്വാനം മുഴക്കിയ, അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരെയും സംഘടിപ്പിച്ച് നേതൃത്വം കൊടുത്ത, എല്ലാവരെയും ചിന്തിക്കാൻ പ്രേരിപ്പിച്ച, നല്ല രീതിയിൽ നിങ്ങൾ വൃത്തിയായിട്ട് നടന്നാൽ നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കുമെന്ന് നാരായണ ഗുരുദേവനും ഈ അയ്യങ്കാളിയുമാണ് താഴെയുള്ള ആളുകളെയൊക്കെ പഠിപ്പിച്ചത്. ശുചിയോടുകൂടി നടക്കൂ, നിങ്ങളെ മാറി നടക്കാൻ ആർക്കും പറയാൻ അർഹതയില്ല. നിങ്ങൾ വൃത്തിയില്ലാതെ നടന്നാലാണ് എല്ലാവരും നിങ്ങളെ മാറി നടക്കൂ എന്ന് പറയാം. അപ്പം അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കൂ, നല്ല രീതിയിൽ കുളിച്ച് വൃത്തിയായിട്ട് നടക്കൂ എന്ന് സംസ്കാരം കുറഞ്ഞിരുന്ന ആളുകളെ നല്ല സംസ്കാര സമ്പന്നരാക്കാൻ, അങ്ങനെയാണ് ഇപ്പൊ ഈ തിരുവിതാംകൂർ ഭാഗത്തൊക്കെയുള്ള ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് പോലും വളരെ നല്ല എന്താ പറയുക ശുദ്ധിയും അതുപോലെ വിദ്യാഭ്യാസവും ഒക്കെ അവർ മുന്നിൽ വന്നു.
മലബാറിലൊക്കെ ഉള്ളതായിട്ടുള്ള ഉയർന്ന ജാതിക്കാരേക്കാൾ നല്ല വൃത്തിയും വെടുപ്പും അതുപോലെയുള്ള വിദ്യാഭ്യാസവും ഇവിടെയുള്ളവർ 10ാം ക്ലാസ് പാസ്സാവാൻ കഷ്ടപ്പെടുമ്പോൾ അവിടെയുള്ളവർ 2 പോസ്റ്റ് ഗ്രാജുവേഷനും 3 പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ളതായിട്ടുള്ള പുലയ സമുദായത്തിലുള്ള ആൾക്കാരുണ്ട്. ഈഴവ സമുദായത്തിലും പുലയ സമുദായത്തിലും ഒക്കെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടായി. അതിനൊക്കെ ബേസിസ് എവിടെയാണ്? ഇവരുടെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ സമൂഹത്തെ മുന്നോട്ട് നയിച്ച വിപ്ലവകാരിയാണ്, ധീരനായ പോരാളിയാണ്. രാജാവിന് പോലും സമ്മതനായി. അന്നത്തെ പ്രജാസഭയിലെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. ശ്രീമൂലം തിരുനാളിന്റെ കാലത്തെ തിരുവിതാംകൂർ പ്രജാസഭയിലെ ഒരു വിശിഷ്ടനായിട്ടുള്ള ഒരു പ്രതിനിധി കൂടിയായിരുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു മഹാപുരുഷൻ. അധ്യാത്മവിദ്യയാണ് അദ്ദേഹത്തിന്റെ ശക്തി. ഈ പറഞ്ഞ ഗുരുക്കന്മാരിൽ നിന്നുള്ള ഉപദേശങ്ങളാണ്. തൈക്കാട്ടയ്യ, സദാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവ സ്വാമികൾ, അതുപോലെ ചട്ടമ്പി സ്വാമികൾ, ഈ 4 പേരിൽ നിന്നുള്ള അറിവും ഊർജവുമാണ്, അവരുടെ പിന്തുണയുമാണ് അദ്ദേഹത്തെ ഈ ഒരു സമുദായത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രേരണ കൊടുത്തത്. അപ്പോൾ ആ മഹാത്മാവിനെ നമ്മൾ സ്മരിക്കാതിരിക്കാനാവില്ല. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന രത്നമാണ്. അദ്ദേഹത്തിന്റെ ജയന്തി ഇപ്പോൾ കേരള സർക്കാർ അവധി ദിനമാക്കിയിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. മഹാത്മാ അയ്യങ്കാളി ജയന്തി സർക്കാർ അവധിയാക്കിയിട്ട് ഇപ്പോഴും 2 വർഷം 3 വർഷമേ ആയിട്ടുള്ളൂ. എന്തായാലും അത് നന്നായി. എന്തുകൊണ്ട് വെച്ചാൽ അങ്ങനെ അവധി കൊടുക്കുമ്പോഴേ എന്താണെന്ന് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അയ്യങ്കാളി ജയന്തി എന്ന് കുട്ടികൾക്കൊക്കെ പറയാൻ, അതിപ്പോൾ ആരാണ് അയ്യങ്കാളി എന്ന് അവർക്കൊന്നും അറിയില്ലെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് ആരാണ് അയ്യങ്കാളി എന്ന് അവർ ചിന്തിക്കാറാവട്ടെ. അയ്യങ്കാളി എന്താണ് സംഭാവന ചെയ്തത് എന്ന് ചിന്തിക്കാറാവട്ടെ. അപ്പൊ അതിലേക്ക് നല്ലതാണ് അയ്യങ്കാളി ജയന്തി അവധി കൊടുത്തത്. അല്ലെങ്കിൽ അയ്യങ്കാളി ആരും അറിയാതെ പോകും. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ദിന ആചരണം പോലും ഉണ്ടാവില്ല. അദ്ദേഹത്തെ ആരും തിരിഞ്ഞു നോക്കില്ല, ആരാണെന്ന് അറിയാതെ കടന്നു പോകും. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള സ്മരണകൾ എല്ലാവരെയും ഉണർത്തട്ടെ. മനുഷ്യരെല്ലാവരും സമരാണ് എന്നുള്ളതായിട്ടുള്ള ഭാവന നമ്മൾക്കെല്ലാം ഉറക്കട്ടെ. ജാതീയമായിട്ടുള്ള വേർതിരിവുകളൊന്നും ഇല്ലാതെ എല്ലാവരെയും തുല്യരായി കാണാൻ കഴിയട്ടെ. വൃത്തിയില്ലാത്തവർ ആരാണെങ്കിലും അത് ഏത് സമുദായത്തിൽപ്പെട്ടാലും അവരെ മാറ്റി നിർത്തേണ്ടതാണ്. അതിപ്പോ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരും നാറിക്കൊണ്ട് വന്നാൽ മാറി നിൽക്കുക അവിടെ എന്ന് പറയാം. അത് അവരുടെ ശാരീരികമായിട്ടുള്ള വൃത്തി, അത് ജാതി നോക്കിയിട്ടാവരുത്. വൃത്തിയായിട്ട് വരുന്നവരെ, സംസ്കാരമുള്ളവരെ അങ്ങനെ തന്നെ അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസമുള്ളവരെ ബഹുമാനിക്കാൻ കഴിയണം. ഇതാണ് നമ്മുടെ അധ്യാത്മ സംസ്കാരം, നമ്മുടെ സനാതന ധർമ്മം ഇതാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യരെല്ലാം തുല്യരാണ്. മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും സമബുദ്ധി കാണാനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേച്ച് പണ്ഡിതാ സമദർശിനഃ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേച്ച് പണ്ഡിതാ സമദർശിനഃ. ഈ തത്വം എല്ലാവരുടെ ഉള്ളിലും ഉറക്കട്ടെ. അതിന് ഓർമ്മ പുതുക്കുന്ന ദിവസമാകട്ടെ ഈ അയ്യങ്കാളി ജയന്തി. മഹാത്മാ അയ്യങ്കാളിക്ക് നമോഭാഗം, നമോഭാഗം. ഓം. ഹരി ഓം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായം തുടരുകയാണ്. നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. വസുദേവസ്തുതിയും ദേവകീസ്തുതിയും കഴിഞ്ഞു. ഇനി ഭഗവാൻ അവരോട് മറുപടി കൊടുക്കുന്നതും
പൂർവ്വജന്മങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വസുദേവർ ഭഗവാനെ നന്ദഗോകുലത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുന്ന് യശോദ പ്രസവിച്ച യോഗമായാദേവിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ദേവകിയെ ഏൽപ്പിക്കുന്നത് വരയ്ക്കുള്ളതാണ് ഈ അധ്യായം. നമുക്ക് ദേവകീ സ്തുതി മുതൽക്ക് വായിക്കാം. ദേവക്യുവാച. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ തൃതീയോധ്യായഃ. 24 ശ്ലോകം മുതൽക്ക്. ദേവക്യുവാച. രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപഃ. നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യക്തേവ്യക്തം കാലവേഗേന യാതേ ഭവാനേകശിഷ്യതേ ശേഷസംജ്ഞഃ. യോയം കാലസ്തസ്യ തേ വ്യക്തബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടതേന വിശ്വം നിമേഷാദിർവത്സരാന്തോ മഹീയാൻ തം ത്വേഷാനം ക്ഷേമധാമ പ്രപദ്യേ. മർത്യോ മൃത്യുവ്യാളഭീതഃ പലായൻ ലോകാൻ സർവാൻ നിർഭയം നാഭ്യഗച്ഛത് ത്വൽപാദാബ്ജം പ്രാപ്യ യദൃച്ഛയാദ്യ സ്വസ്ഥശേതേ മൃത്യുരസ്മാദപൈതി. സത്വം ഘോരാദുഗ്രസേനാത്മജാത്മഃ ത്രാഹി ത്രസ്താൻ ഭൃത്യഭിത്രാ സഹാസി. രൂപം ചേദം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ഠാ. ജന്മത്തെ മയ്യസൗ പാപോ മാ വിദ്യാത്മധുസൂദന സമുദ്വിജേ ഭവദ്ധേദോഃ കംസാദഹമദീരതി. ഉപസംഹര വിശ്വാത്മൻ അദോ രൂപമലൗകികം ശംഖചക്രഗദാ പദ്മശ്രിയാജുഷ്ടം ചതുർഭുജം. വിശ്വം യദേതത് സ്വതനൗ നിശാന്തേ യഥാവകാശം പുരുഷഃ പരോ ഭവാൻ. ബിഭർത്തി സോയം നമഗർഭഗോ ഭൂത് അഹോ നൃലോകസ്യ വിഡംബനം ഹി തത്. ശ്രീഭഗവാനുവാച. ത്വമേവ പൂർവസർഗേ ഭൂഃ പൃശ്നിഃ സ്വായംഭുവേ സതി തദായം സുതപാ നാമ പ്രജാപതിരകൽമഷഃ. യുവാം വൈ ബ്രഹ്മണാദിഷ്ടൗ പ്രജാസർഗേ യദാ തദഃ സന്നിയമ്യേന്ദ്രിയഗ്രാമം തേ പാധേ പരമം തപഃ. വർഷപാതാതപഹിമഘർമകാലഗുണാനനു സഹമാനൗ ശ്വാസരോധ വിനിർധൂതമനോമലൗ ശീർണപർണാനിലാഹാരൗ ഉപശാന്തേന ചേതസാ മത്തഃ കാമാനഭിപ്സന്തൗ മദാരാധനമീഹതുഃ. ഏവം വാം തപ്യതോസ്തീവ്രം തപഃ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശേയുർമ മദാത്മനോഃ. തദാ വാം പരിതുഷ്ടോഹം അമുനാവപുഷാനഗേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദി ഭാവിതഃ. പ്രാദുരാസം വരദരാഡ്യുവയോ കാമദിൽസയാ വ്രിയതാം വരയിത്യുക്തേ മാതൃശോ വാം മൃതസുതഃ. അജുഷ്ടഗ്രാമ്യ വിഷയൗ അനപത്യൗ ച ദമ്പതി നവപുരാദേവവർഗം മേ മോഹിതൗ മമ മായയാ. ഗതേ മയ്യുവാം ലബ്ധ്വാ വരം മൽസദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാനഭുഞ്ജാതാം യുവാം പ്രാപ്ത മനോരഥൗ. അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യഗുണൈ സമം അഹം സുതോ വാം അഭവം കൃഷ്ണിഗർഭ ഇതി ശ്രുതഃ. തയോർവാം പുനരേവാഹം അദിത്യാമാസ കശ്യപാദ ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമനഃ. തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാദവാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി.
ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യതാമദ്ഭവം ജ്ഞാനം അത്യലിംഗേന ജായത്തെ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാം. ശ്രീശുക ഉവാച ഇത്യുക്ത്വാസീധരിസ്തൂഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃതശിശുഃ. തതശ്ച ശൗരിർഭഗവത് പ്രചോദിതഃ സുതം സമാദായ സസൂതികാഗൃഹാത് യഥാ ബഹിർഗന്തുമിയേഷ തർഹ്യജാ യാ യോഗമായാ ജനിനന്ദജായയാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷ്വഭിശായിദേഷ്വദ ദ്വാരസ്തു സർവാ പിഹിതാ ദുരത്യയാ ബൃഹത് കവാടായ സകീല ശൃംഖലൈഃ. താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വ്യപര്യന്ത യഥാ തമോരവേഃ വവർഷപർജന്യകുപാംശുഗർജിതഃ ശേഷോന്വഗാദ് വാരിനിവാരയൻ ഭണൈഃ. മഗോ നിവർഷത്യസഹൃത്യ മാനുജാ ഗംഭീരതോ യൗഗജവോർമിഭേനിലാ ഭയാനകാവർത്തശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയഃ പതേഃ. നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ തൽസുതാമുപാദായ പുനർഗൃഹാനഗാദ്. ദേവക്യാ ശയനേന്യസ്യ വസുദേവോ ദധാരികാം പ്രതിമുച്യ പദോർലോഹം ആസ്തേ പൂർവപദാവൃതഃ. യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത ന തല്ലിംഗം പരിശ്രാന്ത നിദ്രയാപഗത സ്മൃതിഃ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. അപ്പോൾ വസുദേവരുടെ ഗംഭീരമായിട്ടുള്ള സ്തുതി കണ്ടു. അതിനുശേഷം ദേവകീദേവിയുടെ അതിമനോഹരമായിട്ടുള്ള സ്തുതിയും കണ്ടു. ദേവകീദേവിയും ആ ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്തുതിച്ചത്. ഭഗവാൻ നാശരഹിതനാണെന്നുള്ള കാര്യത്തെ ഊന്നി ഊന്നി പറഞ്ഞു. പ്രളയകാലത്തും എല്ലാം നശിക്കുമ്പോഴും ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം യാതൊരുവനിലേക്ക് ലയം പ്രാപിക്കുന്നുവോ, ഏതൊരുവൻ മാത്രം ശേഷിക്കുന്നുവോ, യോവശിഷ്യേത സോസ്മ്യഹം എന്ന ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിലൂടെ പറഞ്ഞ ആ ആശയത്തെ വിപുലമാക്കി വ്യാഖ്യാനിച്ചു. ആ കാലവും അങ്ങയുടെ തന്നെ ശക്തിയാണ്, ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്നും പറഞ്ഞു. മൃത്യുഭീതരായ മർത്യന്മാർ ഈ ലോകം മുഴുവൻ പലതിനെയും ആശ്രയിക്കുന്നു അവരുടെ ഭയം നീങ്ങാനായിട്ട്. പക്ഷെ ഒരിക്കലും നീങ്ങാൻ സാധിക്കില്ല, ഭയം നീങ്ങുകയില്ല. എന്നാൽ ആരാണോ യദൃച്ഛയ ഏതോ സുഹൃതം കൊണ്ട് ഭഗവാന്റെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്നത് അവര് സ്വസ്ഥരായി ശയിക്കുന്നു, അവരിൽ നിന്ന് മൃത്യു അകന്നു പോകുന്നു. അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചവരെ മൃത്യു അടുത്തേക്ക് തന്നെ വരുന്നില്ല എന്നെല്ലാം ഭഗവാനെ കുറിച്ച് പറഞ്ഞ് ആ അങ്ങ് ദുഷ്ടനായ ഉഗ്രസേനന്റെ പുത്രനായ കംസനിൽ നിന്ന് ഞങ്ങളെയെല്ലാം രക്ഷിച്ചാലും അങ്ങ് എല്ലാവരുടെ
ഏത് ഭൃത്യന്മാരുടെയും ഭയത്തെ നശിപ്പിക്കുന്നവനാകുന്നുവല്ലോ. ഇനി അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള ഈ അത്ഭുതമായിട്ടുള്ള രൂപം, പൗരുഷമായ ധ്യാനധിഷ്ണ്യമായ രൂപം, അത് മാംസദൃഷ്ടികളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യക്ഷമാക്കാതിരിക്കൂ, അത് മറയ്ക്കൂ. പാപിയായ കംസൻ എന്നിൽ നിന്ന് അങ്ങയുടെ ജന്മത്തെക്കുറിച്ച് അറിയാതിരിക്കട്ടെ. അങ്ങയെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട്. കംസനിൽ നിന്ന് ഞാൻ അധീരധീയാണ്. എന്റെ മനസ്സ് നല്ല ധൈര്യം അവലംബിക്കുന്നില്ല, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ അലൗകികമായ ഈ രൂപത്തെ അങ്ങ് ഉപസംഹരിച്ചാലും, ഈ ചതുർബാഹുവായ ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഈ രൂപം അങ്ങ് ഉപസംഹരിക്കൂ. അങ്ങ് തന്നെയാണ് ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടികാലത്ത് അങ്ങയിൽ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസോട് കൂടിയിട്ട് എല്ലാറ്റിനും യഥാസ്ഥാനം അർഹിക്കുന്ന സ്ഥാനം നൽകി എല്ലാറ്റിനെയും നിലനിർത്തുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങ് എന്റെ ഗർഭത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് ഇവിടെയുള്ള സാധാരണക്കാർക്ക് വിശ്വസിക്കാനാവില്ല, അവർ പരിഹസിക്കുന്നു വരും. അതുകൊണ്ടും അങ്ങ് അങ്ങയുടെ രൂപത്തെ ഉപസംഹരിക്കൂ എന്നിങ്ങനെ ഭഗവാന്റെ തത്വം അറിയുന്നുണ്ട്. അതേസമയം പുത്രനോടുള്ള വാത്സല്യം കൊണ്ടുള്ള ഭയമുണ്ട്, കംസൻ വധിക്കുമോ എന്നുള്ളതായിട്ടുള്ള ഭയമുണ്ട്. ഇങ്ങനെ സമ്മിശ്ര വികാരത്തോടു കൂടിയവളായി ദേവകീ ദേവി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ഇവരോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൂർവജന്മത്തിൽ കൃഷ്ണി എന്നും സുതപസ് എന്നും പേരുള്ള ദമ്പതികളായി പ്രജാപതികളായിരുന്നു. സ്വയംഭുവ മന്വന്തരത്തിൽ ബ്രഹ്മദേവനാൽ പ്രജാസൃഷ്ടിയിൽ ആദേശിക്കപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ ഇന്ദ്രിയ സമൂഹങ്ങളെയെല്ലാം നിയന്ത്രിച്ച് പരമമായ തപസ്സിനെ തപിച്ചു. കാറ്റും വെയിലും മഞ്ഞും തണുപ്പും എല്ലാ ഉഷ്ണവും എല്ലാം സഹിച്ചുകൊണ്ട്, എല്ലാ ഋതുക്കളും സഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാണായാമം ചെയ്തുകൊണ്ട് മനോമലത്തെ നശിപ്പിച്ചുകൊണ്ട് ശുദ്ധഹൃദയന്മാരായി ഉണങ്ങിയ വീണതായിട്ടുള്ള ഇലകളും വായുവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് അടങ്ങിയ മനസ്സോടുകൂടെ എന്നിൽ നിന്ന് പുത്രലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ തന്നെ ആരാധിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. അങ്ങനെ പരമദുഷ്കരമായിട്ടുള്ള തപസ് ചെയ്യുന്ന നിങ്ങൾക്ക് ദിവ്യവർഷസഹസ്രാണി ദ്വാദശേയുർ മത് ആത്മനോഹോ, 12,000 ദിവ്യ സംവത്സരങ്ങൾ കടന്നുപോയി എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട്. നിങ്ങളുടെ 12,000 ദേവവർഷങ്ങൾ കടന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ 12,000 ദേവവർഷങ്ങൾ തന്നെയാണ് ഒരു ചതുർയുഗകാലം. 4 യുഗങ്ങളും കടന്നു. കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും ചേർന്നാണ് 12,000 സംവത്സരങ്ങൾ. അപ്പൊ അത്രയും കാലം കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കെ നിങ്ങളിൽ സന്തുഷ്ടനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി എന്നുള്ള ആ കാര്യങ്ങൾ പറയുന്നു. 37-ാം ശ്ലോകം മുതൽക്ക് വായിച്ചു പറയാം. നമ്മൾ ഇന്നലെ 36 വരെയാണ് കണ്ടത്. തദാവാം പരിതുഷ്ടോഹം അമുനാ വപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദി ഭാവിതഃ പ്രാദുരാസം വരദരാട് യുവയോ കാമദിൽസയാ വ്രിയതാം വര ഇത്യുക്തേ മാതൃശോ വാം വൃതസുതഃ തദാ വാം പരിതുഷ്ടോഹം അമുനാ വപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദി ഭാവിതഃ പ്രാദുരാസം വരദരാട് യുവയോ കാമദിൽസയാ വ്രിയതാം വര ഇത്യുക്തേ മാതൃശോ വാം വൃതസുതഃ. തഥാ എന്നാൽ അപ്പോൾ, എപ്പോൾ 12,000 ദിവ്യവർഷങ്ങൾ കഴിഞ്ഞ ശേഷം, വാം പരിതുഷ്ട അഹം, വാം എന്ന നിങ്ങളോട്, നിങ്ങൾ രണ്ടുപേരോടും പരിതുഷ്ടനായിട്ടുള്ള സന്തുഷ്ടനായിട്ടുള്ള ഞാൻ, ഹേ അനഘേ, ഇത്രയും വലിയ തപസ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും പരിശുദ്ധകൾ തന്നെയാണ്. അപ്പൊ പരിശുദ്ധയായ അമ്മേ, അനഘേ, അമ്മയുടെ അർഹത കൊണ്ട് തന്നെ അമ്മയുടെ പാപങ്ങളെല്ലാം തപസ്സുകൊണ്ട് ശുദ്ധീകരിച്ചു. അങ്ങനെയുള്ള ആ അനഘയായ അമ്മയെ അമുനാ വപുഷ, ഈ മൂർത്തിയായിട്ടാണ് നിങ്ങൾ എന്നെ ഹൃദി ഭാവിതഃ, ശ്രദ്ധയാ തപസാ നിത്യം ഭക്തിയാ ഹൃദി ഭാവിതഃ,
ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി, തപസ്സോടുകൂടി, ഭക്തിയോടും കൂടെ ഹൃദി നിത്യം ഭാവിത, ഈ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ നിത്യവും ഭാവന ചെയ്തു ധ്യാനിച്ചു. അപ്പൊ ഈ ചതുർബാഹുവായ രൂപത്തെയാണ് അന്ന് നിങ്ങൾ ധ്യാനിച്ചത് എന്നർത്ഥം. ഈ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച വിഷ്ണുമൂർത്തിയെയാണ് നിങ്ങൾ അന്ന് ആ സ്വയംഭുവ മന്വന്തരത്തിൽ ഒരു ചതുർയുഗകാലം എന്നെ തപസ്സനുഷ്ഠിച്ചപ്പോൾ ധ്യാനിച്ചത് എന്ന് പറയണം. അങ്ങനെ ഭാവിത, അങ്ങനെയുള്ള ഞാൻ വരദരാട്ട് വരം ദാനം ചെയ്യുന്നവരിൽ വെച്ച് രാട്ട് എന്നാൽ രാജ. അപ്പൊ ഏറ്റവും അധികമായിട്ട് വരത്തെ കൊടുക്കുന്ന വരദാന മൂർത്തിയായ വരം കൊടുക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ അഹം, ഞാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല, ആ രീതിയിൽ വരങ്ങൾ കൊടുക്കുന്ന ആളാണ് അഹം. ഇതേ വപുസോടുകൂടി തന്നെ എന്ന് ഇവിടെ വീണ്ടും എടുക്കണം. അമുനാ വപുഷ പ്രാദുരാസം യുവയോഹോ കാമദിൽസയാ. യുവയോഹോ നിങ്ങൾ രണ്ടുപേരുടെയും കാമദിൽസയാ, കാമദിൽസ എന്ന് പറഞ്ഞാൽ കാമം ധാതുമിച്ച, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നൽകുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആണ് കാമദിൽസ എന്ന് പറഞ്ഞാൽ കാമം ധാതും ഇച്ഛ. ദിൽസ ധാതുമിച്ച, ദദാതുമിച്ച ഒക്കെ അർത്ഥമാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായിക്കൊണ്ട് ഞാൻ യുവയോഹോ പ്രാദുഹു ആസം, നിങ്ങൾ രണ്ടുപേരുടെയും മുമ്പിൽ ആവിർഭവിച്ചു, നിങ്ങൾക്ക് പ്രത്യക്ഷനായി. അമുനാവപുഷ, ഇപ്പൊ ഈ കാണിച്ചു തന്ന ഈ ചതുർബാഹുമൂർത്തിയോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രിയതാം വരഹ പ്രിയതാം, നിങ്ങൾ രണ്ടുപേരും വരങ്ങളെ വരിച്ചുകൊള്ളൂ എന്ന് ഇതിയുക്തയെ, ഇങ്ങനെ എന്നാൽ പറയപ്പെട്ടതായിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്തത്? മാതൃശോ സുതഃ വാമൃതഃ. മാതൃശോ സുതഃ, മാതൃശഃ എന്ന് പറഞ്ഞാൽ മയാ സദൃശഃ, എനിക്ക് തുല്യനായിട്ടുള്ള ഒരു സുതഃ, ഒരു പുത്രനാണ് വാം, നിങ്ങൾ രണ്ടുപേരും വൃതഃ വരിച്ചത്, നിങ്ങളാൽ വരിക്കപ്പെട്ടത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ ശബ്ദത്തില്, ഒരേ മനസ്സോടുകൂടി, ഒരേ സങ്കല്പത്തോടുകൂടി എന്നോട് പ്രാർത്ഥിച്ചു, അങ്ങയെ പോലെയുള്ള, അങ്ങേക്ക് സദൃശനായിട്ടുള്ള പുത്രൻ വേണം. അപ്പൊ ഭഗവാന്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളോടും നന്മകളോടും കൂടിയതായിട്ടുള്ള ഒരു പുത്രനെ വേണം എന്നാണ് ആഗ്രഹിച്ചത്. അത് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് യോഗ്യരാണ്. അനഘേ എന്നുള്ള സംബോധനയിൽ അത് പറഞ്ഞു. അപ്പൊ നിങ്ങള് പാപരഹിതരായി തപസ്സുകൊണ്ട് എന്നെ പ്രസാദിപ്പിച്ചത് എന്നെ പുത്രനായിട്ട് നേടാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു നിങ്ങളുടെ സങ്കല്പം. നിങ്ങൾ അർത്ഥാർത്ഥികളായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ സങ്കല്പമുണ്ടായിരുന്നു. നിങ്ങളുടെ ഉള്ളില് ഗൃഹസ്ഥാശ്രമ വാസന ഉണ്ടായിരുന്നു. അത് ക്ഷയിച്ചിട്ടില്ല. നമ്മുടെ കർദമ പ്രജാപതിയെ പോലെ തന്നെ, ധ്രുവനെ പോലെ തന്നെ, അല്ലേ? ഇപ്പൊ ധ്രുവനും അർത്ഥാർത്ഥിയായിട്ടാണ് ഭഗവാനെ ഭജിച്ചത്. കർദമ പ്രജാപതി തനിക്ക് പുത്രനുണ്ടാവണം, തനിക്ക് അനുകൂലയായിട്ടുള്ള പത്നിയെ വിവാഹം കഴിക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് തപസ്സനുഷ്ഠിച്ചത്. അത്രി മഹർഷി പോലും അങ്ങനെ തന്നെയാണ് തപസ്സനുഷ്ഠിച്ചത്. എല്ലാവരുടെ ഉള്ളിലും ആ ഗൃഹസ്ഥാശ്രമ വാസന ഉണ്ടായിരുന്നു. അപ്പൊ അവര് എന്താ പറയുക, സന്യാസമോ മോക്ഷമോ അല്ല അവര് കാക്ഷിക്കുന്നത്, അതിനുള്ള അധികാരികളായിരുന്നില്ല. അപ്പോ അതാണ് അവിടെ സൂചന. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, അജുഷ്ടഗ്രാമ്യ വിഷയൗ അനപത്യൗ ച ദമ്പതി നവവ്രാദേവവർഗം മേ മോഹിതൗ ദേവമായയാ. അജുഷ്ടഗ്രാമ്യ വിഷയൗ അനപത്യൗ ച ദമ്പതി നവവ്രാദേവവർഗം മേ മോഹിതൗ ദേവമായയാ. അപ്പൊ നിങ്ങള് ദേവമായയാ മോഹിതൗ, യുവാം നിങ്ങൾ രണ്ടുപേരും ദേവമായയാ മോഹിതൗ, ദേവമായ കൊണ്ട് മോഹിതരായി. ദേവമായ ഭഗവാന്റെ മായ തന്നെയാണ് ദേവമായ. എങ്കിലും ഇവിടെ ദേവശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനൊക്കെ ദേവന്മാരുണ്ട്, അധിഷ്ഠാന ദേവതകൾ. അവരൊക്കെ നമ്മളെ പലതും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഈ ഓരോ ദേവതകളാണ്. അവരുടെ പ്രഷറാണ് നമ്മൾ വിഷയങ്ങളുടെ പുറകെ പോകാൻ കാരണം. അവർ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദേവമായയാ മോഹിതവും, ദേവമായ കൊണ്ട് മോഹിതരായിട്ട്. കാരണം ദേവന്മാരും മനുഷ്യരെ തപസ്സിലൂടെ ദേവന്മാരെ അതിക്രമിച്ചു പോകുന്നതിന് എന്താ പറയുക, അസൂയക്കാരാണ്. ഇന്ദ്രാദി ദേവന്മാരെ ഭൂമിയിൽ മനുഷ്യർ തപസ് ചെയ്യുമ്പോൾ അവർക്ക് അസൂയയാണ്. ഇവര് തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മപദം പ്രാപിച്ചാലോ മോക്ഷം പ്രാപിച്ചാലോ നമ്മുടെ തലയിൽ കാലും വെച്ച് അവർ കടന്നു പോകും, നമ്മളെ അതിക്രമിച്ചു പോകും, നമ്മളെക്കാൾ വലിയവരായിത്തീരും. നമ്മള് മുമ്പ് സകാമന്മാരായി പല കർമ്മങ്ങളും ചെയ്ത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ സ്വർഗലോകം പ്രാപിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര അനുഭവിച്ചാലും മതിയാവുന്നില്ല എന്നുള്ള അറിവ് അവിടെ വന്നപ്പോഴാണ് ഉണ്ടായത്. അവിടെയും മത്സരവും അവിടെയും പല പരിമിതികളും ഏറ്റക്കുറച്ചിലുകളും അല്ലെ തരതമ ഭേദങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും ഒരു സംസാര ലോകമാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഈ സംസാരത്തെ അതിക്രമിക്കാൻ മനുഷ്യന്മാര് തപസ്സനുഷ്ഠിച്ച് മോക്ഷത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുന്നത്. അതവർക്ക് ഒട്ടും സഹിക്കുന്നതല്ല. നമ്മൾക്ക് പറ്റിയ അബദ്ധം ഇവർക്കും പറ്റണം. നമ്മൾ വന്ന വഴികളിലൂടെ നമ്മുടെ പുറകെ വന്നാൽ മതി ഇവരൊക്കെ എന്നിങ്ങനെയുള്ള വിചാരം അല്ലേ. ഏത് ട്രാപ്പിലാണോ നമ്മൾ പെട്ടത് അതേ ട്രാപ്പിൽ മറ്റുള്ളവരും കൂടി പെടുമ്പോഴേ നമുക്ക് സമാധാനമാവുള്ളൂ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ അടുത്ത വീട്ടിലും കറണ്ട് പോയാലേ നമുക്ക് സമാധാനമാവുള്ളൂ അല്ലേ. നമ്മുടെ അവിടെ കറണ്ട് പോയാൽ ഉടനെ നോക്കുന്നത് അടുത്ത വീട്ടിലേക്കാണ്. അവർക്കും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ നമ്മൾ കിടന്നങ്ങനെ അസ്വസ്ഥരാകും. നമ്മൾ കല്യാണം കഴിച്ചു, സന്തതികളൊക്കെ ആയി, സംസാരത്തിൽപ്പെട്ടു. നമ്മുടെ സന്തതികളെയും ട്രാപ്പിൽ പെടുത്തണം. അവരൊന്നും സന്യാസികളായിക്കൂടാ. അതുകൊണ്ട് അവരെയും കല്യാണം കഴിപ്പിക്കണം വേഗം. അവർക്കും കുട്ടികളൊക്കെ ഉണ്ടായി കാണണം. ഇതാണ് അച്ഛനമ്മമാരൊക്കെ മക്കളെ അല്ലെ പ്രേരിപ്പിക്കുന്നത്. ആരെങ്കിലും അവർക്ക് കല്യാണത്തിനോ സംസാരത്തിലേക്കോ താല്പര്യമില്ലാതെ വിരക്തരായിട്ട് ഞങ്ങൾ ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു, സന്യാസം സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് അവിടെ അമ്മമാരും അച്ഛന്മാരും എന്താ പറയുക, നിരാശരാവുകയും മക്കളോട് മത്സരിക്കുകയും യുദ്ധം ചെയ്യുകയും അവർക്ക് തടസ്സമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. യോഗ്യതയില്ലാത്തവരെ പിന്തിരിപ്പിച്ചോട്ടെ. അച്ഛനമ്മമാർക്ക് മക്കളെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ ഈ സന്യാസത്തിന് യോഗ്യരായിട്ടില്ല, വേണ്ടത്ര വിവേക വൈരാഗ്യാദികളൊന്നുമില്ല, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സന്യസിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ പിന്തിരിപ്പിക്കേണ്ടതാണ്. അതല്ല യോഗ്യരായിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനെ സഹായിക്കുകയാണ് വേണ്ടത്, സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. നിവൃത്തിക്ക് അർഹത നേടിയിട്ടുണ്ടെങ്കിൽ വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം മുതലായ യോഗ്യതകൾ ആർജിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അതിനെന്ത് വേണം? അവർക്കും വേണം എന്തൊക്കെ. അച്ഛനമ്മമാർക്കും അല്പമെങ്കിലും വിവേകവും വൈരാഗ്യവും സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം ഒക്കെ ഉണ്ടെങ്കിലേ, മന്ദമായിട്ടെങ്കിലും അവർക്കുണ്ടെങ്കിലേ മക്കൾക്ക് തീവ്രമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇതൊന്നുമില്ലാത്തവർക്ക് മക്കൾ ഏത് തലത്തിലിരിക്കണമെന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ലോകമേ ഇങ്ങനെയുള്ള മായയിൽ പെട്ട് കിടക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ പുറകിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേവന്മാരും സ്വാഭാവികമായിട്ട് നമ്മളെ മോഹിപ്പിക്കും. അപ്പൊ ഇവിടെ മോഹിതൗ ദേവമായയാ, ദേവമായ കൊണ്ട് മോഹിച്ചവരായി ഇന്ദ്രിയ സുഖങ്ങളെ, അഥവാ അതാണ് അജുഷ്ട ഗ്രാമ്യ വിഷയൗ എന്ന് പറഞ്ഞു. ഗ്രാമ്യ വിഷയങ്ങളെ അജുഷ്ടന്മാരായിരുന്നു നിങ്ങൾ. ജോഷിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക, അനുഭവിക്കുക. അപ്പൊ ഗ്രാമ്യ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദാമ്പത്യ സുഖങ്ങളും മറ്റ് വിഷയങ്ങളും ലൗകിക സുഖങ്ങളും അത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അത് അനുഭവിക്കണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹം ദേവമായ ജനിപ്പിക്കും. ദേവമായ കൊണ്ട് അയ്യോ നമ്മള് എന്താ പറയുക, ദമ്പതികളായിട്ട് ജീവിച്ച് സുഖം അനുഭവിച്ചില്ല, സന്തതികളെ ലാളിച്ച് ആ സുഖം അനുഭവിച്ചില്ല, സന്തതികളുടെ സന്തതികളെ കണ്ട് അല്ലെ സന്തോഷിച്ചില്ല, അങ്ങനെ പേരക്കുട്ടികളുടെ കിളിക്കൊഞ്ചൽ കേട്ടില്ല നമ്മള്,
ഇങ്ങനെയൊക്കെയുള്ള ഗ്രാമ്യ വിഷയങ്ങളില് ആസക്തി ഉള്ളില് ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അതാണ് അജുഷ്ട ഗ്രാമ്യ വിഷയം. വളരെ ശുദ്ധാത്മാക്കളാണ്, പക്ഷെ ഇത് ഒരു ധാർമ്മികമായിട്ടുള്ള കാമമാണ്. ഇത് കുഴപ്പമുള്ള കാമമൊന്നും അല്ല കേട്ടോ, ധാർമ്മികമായിട്ടുള്ള കാമമാണ്. ഈ ലോകം നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെയും സത്കാമങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോ അജുഷ്ടഗ്രാമ്യ വിഷയവും അനപത്യവും, അപത്യങ്ങളില്ലാത്തവരായിരുന്നു. ഇതുവരെ സന്തതികളില്ലാത്തതുകൊണ്ട് സന്തതികളെ ലാളിച്ച ആ സുഖം അനുഭവിച്ചിട്ടില്ല. അപ്പൊ അതിനുള്ള താല്പര്യമുണ്ട്, സന്തതികളെ ലാളിക്കാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ദമ്പതി, നിങ്ങൾ രണ്ടുപേരും ദമ്പതികളാണ്. അപ്പൊ ദമ്പതികളായിരുന്നിട്ട് ഇത്രയും കാലം തപസ്സിലായിരുന്നു, ദാമ്പത്യം ശരിക്കും അനുഭവിച്ചിട്ടില്ല, കഠിന തപസ്സിലായിരുന്നു. അപ്പൊ ദമ്പതികളായിട്ടുള്ള നിങ്ങൾക്ക് ആ ദാമ്പത്യ സുഖം, ഗ്രാമ്യ വിഷയങ്ങൾ, സന്തതി സൗഖ്യം ഇതൊക്കെ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ, ദേവമായ കൊണ്ട് മോഹിതരായിട്ട്. അതുകൊണ്ട് നവവ്രാതേ അപവർഗം മേ, മേ ഫ്രം മീ, എന്നിൽ നിന്ന്, മതഃ മത്തഃ എന്നർത്ഥം, എന്നിൽ നിന്ന് അപവർഗം നവവ്രാതേ, അപവർഗത്തെ നിങ്ങൾ വരിച്ചില്ല. യുവാം നവവ്രാതേ, ഏകവചനം വവ്രേ, ദ്വിവചനമാണ് വവ്രാധേ, ബഹുവചനമാണെങ്കിൽ വവ്രു. ഇവിടെ വവ്രാധേ, യുവാം നവവ്രാധേ, നിങ്ങൾ രണ്ടുപേരും വരിച്ചില്ല, ഒരേ മനസ്സോടുകൂടെ മോക്ഷം വേണ്ട, ഞങ്ങൾക്ക് സംസാരം മതി, സന്തതി മതി, അങ്ങയെ പോലുള്ള ഒരു പുത്രനെ മതി എന്നാണ് ആഗ്രഹിച്ചത്. ശുദ്ധഹൃദയർ തന്നെയാണ്, ബാക്കി അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ആഗ്രഹം, കാമം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതവര് പറഞ്ഞു. അപവർഗം നവവ്രാതെ, അപവർഗം പവർഗങ്ങളില്ലാത്ത അവസ്ഥ. എന്താ പവർഗങ്ങൾ? പാപം, പാപഫലം, ബന്ധം, ഭയം, മരണം. സംസാരത്തിന്റെ 5 ഭാവങ്ങളാണ്. സംസാര ദുരിതങ്ങൾ 5ആയിട്ട് പവർഗങ്ങളായി പറഞ്ഞിരിക്കുന്നു. അതില്ലാത്ത അവസ്ഥയാണ് മോക്ഷം. അതിനെയാണ് അപവർഗം എന്ന് പറയുന്നത്. അപ്പൊ മോക്ഷത്തിന്റെ പര്യായമായിട്ട് അപവർഗം. നിങ്ങൾ എന്നിൽ നിന്ന് മോക്ഷം എന്നതിനെ വരിച്ചില്ല, പകരം സന്തതിയെയാണ് വരിച്ചത്. സകാമികളായിരുന്നു രണ്ടുപേരും, ദേവമായ കൊണ്ട് മോഹിതരായിരുന്നു. ഗതേ മയ്യുവാം ലബ്ധ്വാ വരം മൽ സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാനഭുഞ്ചാധാം യുവാം പ്രാപ്ത മനോരഥൗ. ഗതേ മയ്യുവാം ലബ്ധ്വാ വരം മൽ സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാനഭുഞ്ചാധാം യുവാം പ്രാപ്ത മനോരഥൗ. അങ്ങനെ ഗതേ മയി, മയി ഗതേ സതി, ഞാൻ മടങ്ങിപ്പോയപ്പോൾ, ഞാൻ നിങ്ങൾക്ക് വരം തദാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു തന്നു, എന്നിട്ട് ഞാൻ മടങ്ങിപ്പോയപ്പോൾ, ഗതേമയി യുവാം, നിങ്ങൾ രണ്ടുപേരും മൽ സദൃശം സുതം വരം ലബ്ധ്വാ, മൽ സദൃശം സുതം, എനിക്ക് തുല്യനായിട്ടുള്ള സദൃശനായിട്ടുള്ള പുത്രനെ തന്നെ വരമായിട്ട് ലഭിച്ചിട്ട് ഞാൻ വരം നൽകി, തദാസ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ വരം ലഭിച്ചവരായ നിങ്ങൾ ഗ്രാമ്യാൻ ഭോഗാൻ അഭുഞ്ചാതാം, ഗ്രാമ്യങ്ങളായ ഭോഗങ്ങളെ, പ്രാകൃതങ്ങളായ വിഷയങ്ങളെ, പ്രപഞ്ച വിഷയങ്ങളെ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന ഭൗതിക വിഷയങ്ങളെ നിങ്ങൾ അഭുഞ്ചാത, നിങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങൾ രണ്ടുപേരും കൂടി അനുഭവിച്ചു. അതാണ് അഭുഞ്ചാത. യുവാ പ്രാപ്ത മനോരഥൗ, അങ്ങനെ മനോരഥം പ്രാപിച്ചവരായി നിങ്ങൾ എന്താഗ്രഹിച്ചുവോ അത് എന്നിൽ നിന്ന് വരമായിട്ട് സിദ്ധിച്ച് സന്തോഷത്തോടുകൂടി വീണ്ടും നിങ്ങൾ ദമ്പതികളായിക്കൊണ്ട് ഭൗതിക വിഷയങ്ങൾ, ലൗകിക വിഷയങ്ങൾ, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യ ഗുണൈ സമം അഹം സുതോവാം അഭവം പ്രശ്നിഗർഭ ഇതി ശ്രുതഃ. അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യ ഗുണൈ സമം അഹം സുതോ വാം അഭവം പ്രശ്നിഗർഭ ഇതി ശ്രുതഃ. ലോകേ ശീല ഔദാര്യ ഗുണൈ അന്യതമം മമ സമം അദൃഷ്ട്വ, എന്നുവെച്ചാൽ ഈ ലോകത്തില്
ശീലം, ഔദാര്യം, ഗുണം ഇവകൾക്കെല്ലാം എനിക്ക് സമനായിട്ട് അന്യതമം മറ്റൊരാളെ അദൃഷ്ട്വ കാണാതെ. അപ്പൊ വേറൊരാളെ നിങ്ങൾക്ക് മകനായിട്ട് നൽകാനായിട്ട് ലോകത്തിൽ കാണാനില്ല. നമ്മുടെ എന്താ പറയുക, നാഭി ചക്രവർത്തി ഭഗവാൻ പ്രത്യക്ഷനായി അദ്ദേഹത്തിന്റെ യാഗത്തില്. എന്നിട്ട് എന്താ വരം വേണ്ടത് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരെല്ലാം പ്രാർത്ഥിച്ചത്, ഈ നാഭി ചക്രവർത്തി ആഗ്രഹിക്കുന്നത് അങ്ങയെ പോലൊരു മകനെയാണ് എന്ന് പറഞ്ഞപ്പോ അവിടെയും ആ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് തുല്യൻ ഇപ്പൊ ഞാനല്ലേ ഉള്ളൂ, എന്നെ പോലെ വേറൊരാള് ദ്വിതീയനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ആ ഭഗവാൻ തന്നെ ഋഷഭൻ എന്ന പേരിൽ നാഭിക്ക് പുത്രനായിട്ട് ജനിച്ചു എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ ഇവിടെയും ഭഗവാന് തുല്യനായിട്ട് വേറെ ആരാളുള്ളത്? സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മലിനസത്വന്മാരാണ്, ഭഗവാൻ ശുദ്ധസത്വനാണ്. അതുപോലെ ശീലം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല സ്വഭാവങ്ങളും, കാരുണ്യാദി, സച്ചരിതം, എല്ലാ ധാർമ്മികമായിട്ടുള്ള സച്ചരിത്രം. അപ്പൊ ശീലം കൊണ്ടും ഔദാര്യം എന്ന് പറഞ്ഞാൽ വിശാലത, മഹത്വം, ഔദാര്യം, ഇതൊക്കെ കൊണ്ടും അങ്ങനെയുള്ള ഗുണങ്ങൾ, കാരുണ്യാദി ഗുണങ്ങൾ കൊണ്ടും എനിക്ക് സമനായിട്ട് ഈ ലോകത്തിൽ അന്യതമം അദൃഷ്ട്വ, മറ്റൊരാളെ ദർശിക്കാത്തത് കൊണ്ട്, വേറൊരാളെ കാണാത്തതുകൊണ്ട്, എല്ലാവരും ന്യൂനതകൾ ഉള്ളവരാണെന്ന് കണ്ടിട്ട്, വാം നിങ്ങൾക്ക് പൃശ്നിഗർഭഃ ഇതി ശ്രുതഃ സുതഃ അഹം അഭവ. പൃശ്നിഗർഭഃ, പൃശ്നി അമ്മയുടെ പേരാണ്, സുതപസ് പൃശ്നി ദമ്പതികളാണ്. അപ്പൊ പൃശ്നിയുടെ ഗർഭത്തിൽ വന്നവൻ എന്നുള്ള അർത്ഥത്തില് പൃശ്നിഗർഭൻ എന്ന പേരോടുകൂടി പ്രശസ്തനായിട്ടുള്ള പുത്രനായി, സുതനായി, വാം നിങ്ങൾക്ക് അഹം അഭവം, ഞാൻ തന്നെ ഭവിച്ചു. പക്ഷെ അന്ന് നിങ്ങൾ വേണ്ട പോലെ റെക്കഗ്നൈസ് ചെയ്തില്ല. ഞാൻ തന്നെയാണ് നിങ്ങളുടെ പുത്രനായി വന്നതെന്ന് നിങ്ങൾ ആ ജന്മത്തിൽ വേണ്ടത്ര റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് സൂചിപ്പിക്കണം. അപ്പൊ ഞാൻ ഭവിച്ചു. പിന്നീട് തയോർവാം പുനരേവാഹം ആദിത്യാം ആസ കശ്യപാത് ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമനഃ. തയോർവാം പുനരേവാഹം ആദിത്യാം ആസ കശ്യപാത് ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമനഃ. തയോഹോ വാം, അങ്ങനെയുള്ളവരായ നിങ്ങൾ രണ്ടുപേർക്കും, പുനരേവ അഹം, വീണ്ടും തന്നെ ഞാൻ, ആദിത്യാം ആസ കശ്യപാത്, ആദിത്യാം അതിഥിയിൽ, കശ്യപാത് ആസ, കശ്യപ പ്രജാപതിയിൽ നിന്ന് ഭവിച്ചു. അപ്പൊ കശ്യപൻ അതിഥി എന്ന ദമ്പതികൾക്ക് പുത്രനായിട്ട് ഞാൻ ഭവിച്ചു വീണ്ടും. ഉപേന്ദ്ര ഇതി വിഖ്യാത, എനിക്ക് അന്ന് പ്രശസ്തമായ ഒരു പേര് കിട്ടി, ഉപേന്ദ്രൻ എന്ന്, ഇന്ദ്രന്റെ അനുജനായതുകൊണ്ട്. ഇന്ദ്ര സഹോദരനായി 12ാമനായി അതിഥിയുടെ പുത്രനായി ഞാൻ ജനിച്ചു. അതുകൊണ്ട് എനിക്ക് ഉപേന്ദ്രൻ എന്ന് പേര് കിട്ടി. വാമനത്വാച്ച വാമനഃ, എനിക്ക് അന്ന് ഉയരം കുറവായിരുന്നു, ചെറിയ ആളായിരുന്നു, അതുകൊണ്ട് വാമനത്വാത് വാമനഃ, വാമനൻ എന്ന പേരും എനിക്ക് അന്നുണ്ടായി. അങ്ങനെ അതിഥി കശ്യപന്മാര്, നിങ്ങൾ വീണ്ടും ജനിച്ചു അതിഥി കശ്യപന്മാരായിട്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ പുത്രനായി വാമനനെന്നും ഉപേന്ദ്രനെന്നും പേരോടുകൂടെ അവതരിച്ചു. അന്നും നിങ്ങൾ വേണ്ടത്രയൊന്നും എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യം അന്ന് ഇന്ദ്രൻ എന്ന അമ്മയുടെ മകന്റെ നഷ്ടപ്പെട്ട രാജ്യം, ആ സ്വർഗം വീണ്ടെടുത്തു കൊടുക്കുക, അവരുടെ ഐശ്വര്യമെല്ലാം വീണ്ടെടുത്തു കൊടുക്കുക. ആ മഹാബലി എല്ലാം പിടിച്ചടക്കി വെച്ചിരുന്നു. അപ്പൊ മക്കളുടെ രക്ഷയ്ക്ക് ബാക്കി 11 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഭജിച്ചത്. അങ്ങനെ ഞാൻ അവതരിച്ച് പുത്രനായി വന്നപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിച്ചതും അതുതന്നെ, ഞാൻ അത് സാധിച്ചും തന്നു. വേറെ എന്നെ കൂടുതലായിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ല, എന്നെ എന്താ പറയാ ഭജിച്ചില്ല, ലാളിച്ചില്ല. ഞാൻ എന്റെ പണി കഴിഞ്ഞു മടങ്ങിപ്പോയി, അല്ലേ? അപ്പൊ ഇതാണ് ആ വാമനാവതാരത്തിലും നിങ്ങൾക്ക് ഞാൻ മകനായി ജനിച്ചിട്ടും വേണ്ടത്ര പ്രയോജനം നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങളത് വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്നൊക്കെ താല്പര്യം. അപ്പൊ 2 ജന്മങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ പുത്രനായി ജനിച്ചു. നിങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്, യോഗ്യത ഇല്ലാത്തവരൊന്നുമല്ല.
മറ്റ് ലോകത്തിലുള്ള ആളുകളെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾ എത്രയോ ഉന്നതരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നെ എന്റെ ഗർഭപാത്രമായി തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ മകനായി ജനിക്കാൻ തീരുമാനിച്ചത് വേറെ ആരും അത്ര യോഗ്യരല്ല, പുണ്യാത്മാക്കൾ അല്ലാത്തത് കൊണ്ടാണ്. എനിക്കും എന്താ പറയുക, ഒരു ലീല ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിച്ചിരിക്കുന്നത്. അല്ലേ? എനിക്കും ഒരു പുത്രഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ലീലകൾ ചെയ്യണം എന്ന് ഞാനും ചിന്തിച്ചു. അപ്പൊ ഇതാ അച്ഛനമ്മമാരായി നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളാണ് അതിന് ഏറ്റവും അർഹരായിട്ടുള്ളവർ, യോഗ്യരായിട്ടുള്ളവർ എന്ന്. അവരുടെ യോഗ്യത ഒട്ടും കുറവായതുകൊണ്ടല്ല, പക്ഷെ അവര് മോക്ഷമല്ല ഭഗവാനിൽ നിന്ന് കാംക്ഷിച്ചത് എന്നുള്ള ഒറ്റ ദോഷം. അതിപ്പോ അവരതിനാണ് അധികാരികളായിരിക്കുന്നവർ. ഓരോരുത്തരുടെയും അധികാരത്തിനനുസരിച്ചാണല്ലോ അവരെന്താഗ്രഹിക്കുന്നു അതല്ലേ ഭഗവാൻ കൊടുക്കുക. യേ യഥാ മാം പ്രപദ്യന്തേ താൻ തദൈവ ഭജാമ്യഹം. ആരെന്നെ എപ്രകാരം ഭജിക്കുന്നുവോ ഞാൻ അപ്രകാരം അവരെയും തിരിച്ചനുഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് അന്ന് അതാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ ഇന്നും നിങ്ങൾ എന്നെ പുത്രനായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രയോജനം കിട്ടാതെ പോകരുത്. ഏറ്റവും എന്നെ കണ്ടു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണ്? പിന്നീട് സംസാരം ഇല്ലാതിരിക്കുക, ഈ ദുരിതങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാതിരിക്കുക, ആത്മജ്ഞാനം നേടുക, മോക്ഷം നേടുക. അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നതാണ്. തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാധവാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി. തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാധവാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി. ഇവിടെ സതി എന്നുള്ളത് അമ്മയെ സംബോധന എന്നാണ്. പതിവ്രതയായിരിക്കുന്ന തപസ്വിനിയായിരിക്കുന്ന മാതാവേ, ഹേ സതി. അസ്മിൻ തൃതീയേ ഭവേ, ഈ മൂന്നാമത്തെ ജന്മത്തിൽ, നിങ്ങളുടെ ഈ മൂന്നാമത്തെ ജന്മത്തിൽ, അഹം വൈ അധ തേന വപുഷായേവ തയോഹോ വാമേവ ജാത ഭൂയഃ ജാതഃ. അഹം വൈ, ഞാൻ തന്നെ, അത് അനന്തരം തേന വപുഷായേവ, അതേ ശരീരത്തോടുകൂടി നിങ്ങൾ അന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ ഏത് രൂപത്തോടെ നിങ്ങൾക്ക് പ്രത്യക്ഷനായി കാണിച്ചു തന്നുവോ, നിങ്ങൾ പ്രശ്നിയായിരിക്കുമ്പോൾ, അച്ഛൻ സുതപസ്സായിരിക്കുമ്പോൾ ഏത് രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം തന്നുവോ അതേ രൂപത്തെ തന്നെ ഇപ്പതാ കാണിച്ചു തരികയാണ്. തയോ വാമേവ ഭൂയഃ ജാത. ആ നിങ്ങൾക്ക് തന്നെ വീണ്ടും ഇതാ ഞാൻ ജനിച്ചിരിക്കുകയാണ്. അല്ലയോ പതിവ്രതേ, മേ സത്യം വ്യാഹൃതം. ഇത് ഞാൻ നിങ്ങൾക്ക് അന്ന് സത്യം ചെയ്തു തന്നിട്ടുണ്ട്. മയാ വ്യാഹൃതം സത്യം, എന്നാൽ വ്യാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാലോ, ആ സുതപസ്സും പ്രശ്നിയുമായി തപസ് ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് 3 ജന്മത്തിൽ മകനായി വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇവിടെ എന്നാൽ വ്യാഹരിക്കപ്പെട്ടത് സത്യം എന്ന് ആ പൂർവത്തെ സൂചിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞത് സത്യമാകുന്നു എന്നോ അർത്ഥത്തിലും എടുക്കാം. മയാ വ്യാഹൃതം സത്യമേവ. യു മസ്റ്റ് ബിലീവ് മീ, യു മസ്റ്റ് ട്രസ്റ്റ് മീ. Whatever I have said now is the reality, is truth. ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണ്, വിശ്വസിക്കുക. മുമ്പ് നടന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ അവിശ്വാസം കൊണ്ട് കണ്ണുതള്ളി നിൽക്കുകയാണ്. ഇങ്ങനെ പൂർവ്വജന്മത്തിലും ഭഗവാൻ തന്നെ നമുക്ക് മകനായിട്ട് വന്നുവോ എന്നൊക്കെ ഇങ്ങനെ അവിശ്വസനീയമായ അത്ഭുതത്തോടെ കണ്ണും തുറച്ച് നിൽക്കുകയാണ്. അപ്പോ ഭഗവാൻ അതിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. മയാ വ്യാഹൃതം സത്യം, ഞാൻ പറഞ്ഞത് സത്യമാകുന്നു. ഈ മയാ വ്യാഹൃതം സത്യത്തെ 2 തലത്തിലും എടുക്കാം, ഒരു ദോഷമില്ല. അപ്പൊ എങ്ങനെ ഇപ്പൊ നിങ്ങളെ ഈ സത്യം അറിയിക്കുകയാണ് എന്ന് താല്പര്യം. ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യതാമദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ. ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യതാമദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ. ഏതത് വാം ദർശിതം രൂപം, ഏതത് ഇത്, വാം നിങ്ങൾക്ക് ദർശിതം രൂപം കാണിച്ചതായിട്ടുള്ള രൂപം, പ്രാഗ്ജന്മസ്മരണായ
നിങ്ങളുടെ പൂർവജന്മ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് മേ ഏതദ് രൂപം ദർശിതം. എന്റെ ഈ രൂപത്തെ, ഈ ചതുർബാഹുവായ രൂപത്തെ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഓർമ്മ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ സ്ഫുരിക്കാനാണ്. പൂർവജന്മത്തിൽ നിങ്ങൾ എന്നെ ധ്യാനിച്ചതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായതും ഇതേ രൂപത്തിലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സ്പാർക്ക് ഉള്ളിൽ ഉണ്ടാവും. മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു ഓർമ്മ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾക്കിപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു അപരിചിതത്വം തോന്നില്ല, അടുപ്പം തോന്നും. ഇപ്പൊ വിശ്വാസവുമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇത് സത്യമാണ് എന്നും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസവുമായി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രാഗ്ജന്മ സ്മരണ, 3 ജന്മങ്ങൾ, ഇപ്പൊ 3ാമത്തെ ജന്മമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഈ രൂപത്തെ നിങ്ങൾക്ക് കാണിച്ചെന്ന്. നാന്യത മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായത്തെ. അതല്ലെങ്കിൽ ഞാനിപ്പോ മർത്യരൂപത്തിൽ മർത്യലക്ഷണത്തോടുകൂടി നിങ്ങളുടെ പുത്രനായിട്ട് ജനിച്ചു എന്ന് വിചാരിക്കുക, ഒരു പ്രാകൃത ശിശുവായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ മദ്ഭവം ജ്ഞാനം അന്യതാന ജായത്തെ. മദ്ഭവം ജ്ഞാനം, എന്നെ സംബന്ധിച്ചതായിട്ടുള്ള അറിവ്, ഞാൻ ഈശ്വരനാണെന്നുള്ളതായിട്ടുള്ള അറിവ് അന്യത മറ്റൊരു പ്രകാരത്തിലായാൽ, ഞാൻ മർത്യലിംഗത്തിൽ വന്നിരുന്നെങ്കിൽ ന ജായത്തെ, അത് ജനിക്കുകയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളില് ഞാൻ ഈശ്വരനാണ് എന്നുള്ള ബോധം ഉണ്ടാവില്ല. എന്നെ ഒരു പ്രാകൃത ശിശുവായിട്ട് തന്നെ കാണും. അത് നിങ്ങളെ കൂടുതൽ വിഷമത്തിലാക്കും, നിങ്ങളുടെ ജീവിതം നരകത്തിലാക്കും. ഇനിയും നിങ്ങൾ സംസാരികളായി തുടരുകയും ചെയ്യും. അപ്പൊ നിങ്ങളെ സംസാരത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടാണ്, എന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ രൂപം ദർശിപ്പിച്ചത് എന്ന് താല്പര്യം. യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേതേ മദ്ഗതിം പരാം. യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേതേ മദ്ഗതിം പരാം. അപ്പൊ ഇത് കാണിച്ചു തന്നതിന്റെ പ്രയോജനം എന്താണ്? അത് ഉറപ്പിച്ചു പറയണ. മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തൗ കൃതസ്നേഹൗ യുവാം. യുവാം നിങ്ങൾ 2 പേർ, മാം എന്നെ, പുത്രഭാവേന പുത്രൻ എന്നുള്ള ഭാവത്തിലും, നിങ്ങളുടെ 2 പേരുടെയും പുത്രാവസ്ഥയിൽ ഞാൻ ജാതനായി എന്നുള്ളതുകൊണ്ട് ആ ഒരു വാത്സല്യവും, എന്നാൽ ഇപ്പൊ ഞാൻ ഈ രൂപം കാണിച്ചതുകൊണ്ട് ബ്രഹ്മഭാവേന, നിങ്ങളുടെ ഉള്ളില് ആ ബ്രഹ്മഭാവം പ്രകാശിച്ചു. നിങ്ങളുടെ സ്തുതിയൊക്കെ ഗംഭീരായിരുന്നു, നിങ്ങൾ എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ സ്തുതിച്ചു. അപ്പൊ ആ ബ്രഹ്മഭാവം നിങ്ങളുടെ ഉള്ളില് ഉണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും. രണ്ടും കൂടി ഇങ്ങനെ സമ്മിശ്രമായി കളിച്ച് അവസാനം എന്റെ ലീലകളെ കുറിച്ച് നിത്യവും നിങ്ങൾ അറിഞ്ഞ് എന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടും തോറും എന്നിലെ ബ്രഹ്മഭാവം കൂടുതൽ പ്രബലമാകും, എന്നിലെ പുത്രഭാവം കുറഞ്ഞു വരും. അങ്ങനെ പുത്രവാത്സല്യം എന്നുള്ള ആ ഒരു ഭാവത്തിലൂടെ നിങ്ങളുടെ ഉള്ളില് ഭക്തിയെ വർദ്ധിപ്പിച്ച് നിങ്ങളെ ആ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത് എന്നർത്ഥം. അപ്പൊ പുത്രഭാവേന ബ്രഹ്മഭാവേന അസകൃത ചിന്തയന്തം. അസകൃതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, സകൃത ഒരിക്കൽ, അസകൃത പല പ്രാവശ്യം, നിരന്തരം എന്നൊക്കർത്ഥം. അപ്പൊ എല്ലായ്പ്പോഴും നിങ്ങൾ എന്നെ ഇങ്ങനെ 2 ഭാവത്തിലും ചിന്തിച്ച് കൃതസ്നേഹൗ, എന്റെ നേരെ സ്നേഹം ചെയ്ത് എന്നോട് വാത്സല്യം പ്രകടിപ്പിച്ച് ഭക്തിയും പ്രകടിപ്പിച്ച് യുവാം പരാം മൽഗതിം യാസ്യേധേ, നിങ്ങൾ പരമമായിട്ടുള്ള മൽഗതിയെ, ഈശ്വര പദവിയെ, വൈകുണ്ഠ പദവിയെ, മോക്ഷ പദവിയെ എന്നൊക്കെ യാസ്യേധേ പ്രാപിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും ആ ഭഗവത് പദത്തെ പ്രാപിക്കും, വിഷ്ണു പദത്തെ പ്രാപിക്കും, ഉത്കൃഷ്ടമായിട്ടുള്ള പദവിയെ പ്രാപിക്കും. യഥാ പദവി യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എവിടെ എത്തിയാൽ പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരുന്നില്ലയോ ആ പരമമായിട്ടുള്ള ധാമം, അതാണ് ഭഗവാന്റെ ഗതി. അപ്പൊ ഇങ്ങനെ ഭഗവാൻ താൻ ഈ രൂപം കാണിച്ചു കൊടുത്തതിലൂടെ അവരെ 2 പേരെയും അനുഗ്രഹിച്ചു. അവരുടെ ഉള്ളില് താൻ ഈശ്വരനാണെന്നുള്ളതായിട്ടുള്ള ബോധത്തെ ഉറപ്പിച്ചു.
ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടില്ല, ഇളകിക്കൊണ്ടിരിക്കും. പുത്രഭാവേന ബ്രഹ്മഭാവേന പുത്രഭാവേന ബ്രഹ്മഭാവേന ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അത് എന്തായാലും സൂചിപ്പിച്ചുവല്ലോ. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു എന്നാണ് നമ്മുടെ കഥ തുടരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ശ്ലോകം കൂടി ഉണ്ട്, എല്ലാ പുസ്തകത്തിലും ഇല്ല അല്ലേ. ഭഗവാൻ പറയുന്നതായിട്ട് ഒരു ശ്ലോകം കൂടിയുണ്ട്. യദി കംസാദ്ബിഭേഷിത്വം തർഹിമാം ഗോകുലം നയ മന്മായാം ആനയാസുത്വം യശോദാ ഗർഭസംഭവാം. ഇങ്ങനൊരു ശ്ലോകം കൂടി, അത് പ്രക്ഷിപ്തം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അർത്ഥമുള്ളതാണ്, ഇവിടെ സംഗതി ഉള്ളതാണ്, ഇവിടെ ഫിറ്റ് ചെയ്യുന്നതാണ്. എങ്കിലും ഒറിജിനൽ ടെക്സ്റ്റില് ഇല്ല തോന്നുന്നു. അതുകൊണ്ടാണ് പല മൂലഗ്രന്ഥങ്ങളിലും ഇല്ല. എന്താ ശ്ലോകം? യദി കംസാദ്ബിഭേഷിത്വം തർഹിമാം ഗോകുലം നയ മന്മായാം ആനയാസുത്വം യശോദാ ഗർഭസംഭവാം. വളരെ ഉള്ള കാര്യം തന്നെയാണ്. എന്താണ്? യദി കംസാദ് ബിഭേഷി ത്വം യദി കംസാദ് ബിഭേഷി, നിങ്ങൾ കംസനിൽ നിന്ന് ഭയപ്പെടുന്നുവോ? ത്വം ബിഭേഷി കംസാദ്, അങ്ങനെയാണെങ്കിൽ തർഹി, അങ്ങനെയാണെങ്കിൽ മാം ഗോകുലം നയ, എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകൂ. മന്മായാം ആനയ ആശുത്വം, മന്മായ എന്റെ തന്നെ മായയെ, യോഗമായയെ ആനയ കൊണ്ടുവരൂ, ആശുത്വം വേഗം കൊണ്ടുവരൂ. യശോദാ ഗർഭസംഭവ, യശോദാ ഗർഭത്തിൽ നിന്ന് സംഭവിച്ചവളായ എന്റെ മായയെ ആശുത്വം ആനയ, ഇവിടേക്ക് കൊണ്ടുവരൂ. അപ്പൊ യശോദ പ്രസവിച്ച മായയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, എന്നെ കൊണ്ടുപോയി ഗോകുലത്തിലാക്കൂ എന്ന് ഉള്ളതായിട്ട് ആശയമാണ്, ശ്ലോകമാണ്. യദി കംസാദ്ബിഭേഷിത്വം തർഹിമാം ഗോകുലം നയ മന്മായാം ആനയാശുത്വം യശോദാ ഗർഭസംഭവാം. ഇത് പിന്നീട് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കേട്ടിട്ട് എഴുതിയെടുത്തോളൂ, അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ ഇനിയും കേട്ടിട്ട് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. പക്ഷെ സപ്താഹത്തിലൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, കാരണം സപ്താഹ ഗ്രന്ഥം മിക്കവാറും എല്ലാം ഗുരുവായൂർ ദേവസ്വം ഇറക്കുന്ന മൂലഗ്രന്ഥമാണ്, അതിൽ ഇല്ല. അപ്പൊ മനസ്സിലാക്കി വെക്കുക, അങ്ങനെ ഒരു ഭഗവാന്റെ ഒരു വാക്കും കൂടി ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പ്രേരിതനായിട്ടാണ് വസുദേവർ ഇനി ഭഗവാനെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് കഥ തുടരാം. ശ്രീശുക ഉവാച ഇത്യുക്ത്വാസീദ് ഹരിസ്തൂഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോഃ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃതശിശുഃ. ശ്രീശുക ഉവാച ഇത്യുക്ത്വാസീദ് ഹരിസ്തൂഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃതശിശുഃ. ശ്രീശുക ഉവാച, ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ഇതുവരെ ഭഗവാന്റെ വാക്കുകളായിരുന്നു, ശ്രീ ഭഗവാൻ ഉവാചയായിരുന്നു. അവിടുന്ന് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. ഇതുവരെ കൊട്ടേഷനായിരുന്നു. ഇത്യുക്ത്വാ ആസീദ് ഹരിഹി തൂഷ്ണീം ഭഗവാൻ ആത്മമായയാ പിത്രോഃ സംപശ്യതോഃ സദ്യഃ ബഭൂവ പ്രാകൃത ശിശു. അപ്പൊ ഇത്യുക്ത്വ, ഇങ്ങനെ പറഞ്ഞിട്ട്, അമ്മയോടും അച്ഛനോടുമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, ഹരിഹി ഭഗവാൻ ഹരിഹി സർവൈശ്വര്യ പരിപൂർണനായ വിഷ്ണു, തൂഷ്ണീം ആസീദ് ഹരിഹി തൂഷ്ണീം ആസീദ്. തൂഷ്ണീ എന്ന് പറഞ്ഞാല് ഒന്നും മിണ്ടാതെ അടങ്ങിയവനായി ഭവിച്ചു, വിഡ്രോ എന്നർത്ഥം. സ്വയം അടങ്ങി, ഇനി ഒന്നും പറയാതെയായി. പറയേണ്ടതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി അധികം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കരുത് അല്ലെ. പറയേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് അധികം പറയാനൊന്നുമില്ല. അദ്ദേഹം അടങ്ങി. ഭഗവാൻ ഹരിഹി തൂഷ്ണീമാസീത്. എന്നിട്ടോ ആത്മമായയാ പ്രാകൃത ശിശുഹു ബഭൂവ. ആത്മമായ തന്റെ തന്നെ മായാശക്തി കൊണ്ട്
പ്രാകൃത ശിശുഹു ബഭൂവ. ആ പ്രാകൃത ശിശുവായിട്ട് ഭവിച്ചു. അച്ഛനമ്മമാർ പ്രസവിച്ച കുട്ടി എങ്ങനെ ഇരിക്കുമോ അതുപോലൊരു കുട്ടിയായിട്ട് സാധാരണ മനുഷ്യക്കുട്ടിയെ പോലെ വേഷം കെട്ടി. ഒരു നാടകം, ഭഗവാൻ നാടകം ആരംഭിച്ചു അല്ലെ. നാടകത്തിന്റെ തിരക്കഥയൊക്കെ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തിട്ട് ഇനി വേഷം കെട്ടാൻ തുടങ്ങി. തന്റെ കൂടെ അഭിനയിക്കുന്നവർക്കൊക്കെ ആ നാടകത്തിന്റെ ത്രെഡ് ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ അല്ലെ, ഡയറക്ടറാണെങ്കിലും. അതുപോലെ ഇവിടെ ഭഗവാൻ ഇവർക്കൊരു ത്രെഡ് കൊടുത്തു. എന്നിട്ട് സ്വയം അതിൽ ഹീറോ ആവാനായിട്ട് വേഷം കെട്ടി. അതാണ് പ്രാകൃത ശിശുഹു ബഭൂവ. മായ കൊണ്ടാണ് മായയാണ് ഭഗവാന്റെ വേഷം കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം അല്ലെ. മായയ്ക്ക് ഭഗവാന്റെ കോസ്റ്റ്യൂം എന്നും കൂടി പറയാം. അപ്പൊ പ്രാകൃത ശിശുഹു ബഭൂവ. എപ്പോൾ പിത്രോഹോ സമ്പശ്യതോഹോ. ആ പിത്രോഹോ രണ്ടുപേരും, മാതാപിതരവ് രണ്ടുപേരുണ്ട്. അവര് രണ്ടുപേരും സപ്തമി പ്രയോഗമാണ്. പിത്രോഹോ സമ്പശ്യതോഹോ സതോഹോ. അവർ രണ്ടുപേരും നല്ലോണം നോക്കി നിൽക്കേ തന്നെ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ എന്നർത്ഥം. അപ്പൊ അവർക്ക് അതും ബോധ്യമായി. അവിശ്വാസം ഉണ്ടാകാനുള്ള ഒന്നും മാജിക് ഒന്നും കാണിച്ചില്ല. നേരെ അവരുടെ മുമ്പിൽ തന്നെ ഈ ചതുർബാഹുവായ രൂപം, നാല് കൈകളൊക്കെ വലിച്ച് ഒരു പ്രാകൃത ശിശുവായി അവിടെ തന്നെ ശയിച്ചു. എവിടെയാണോ പ്രത്യക്ഷമായത് അവിടെ തന്നെ പ്രാകൃത ശിശുവായി ഭവിച്ചു. സദ്യ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, അപ്പൊ തന്നെ. പിന്നെ കാലവിളംബമൊന്നും ഉണ്ടായില്ല. ഭഗവാൻ പറയേണ്ട കാര്യം കഴിഞ്ഞു. ഉടനെ തന്നെ ഒരു പ്രാകൃത ശിശു തന്റെ മായ കൊണ്ട് പ്രാകൃത ശിശുവായി ഭവിച്ചു. അവർ നോക്കി നിൽക്കേ. അത് കഴിഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ പ്രേരണ കൊണ്ട് വസുദേവര് ഭഗവാനെ കയ്യിലെടുത്തു. ഭഗവാനെ കയ്യിലെടുത്തോടു കൂടിയിട്ടോ അദ്ദേഹത്തിന്റെ കാലിലെ പാശങ്ങളൊക്കെ പോയി. അദ്ദേഹത്തിന്റെ കയ്യിലെ ചങ്ങലകളൊക്കെ അറ്റു. കാരണം മോക്ഷസ്വരൂപനാണ് ഭഗവാൻ. ഏതൊരു ഭഗവാനെ ഹൃദയത്തിൽ സൂക്ഷ്മമായി ധ്യാനിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ സംസാര ബന്ധനങ്ങളും അറ്റുപോകുമോ? ആ ഭഗവാനെ സാക്ഷാത്തായിട്ട് കയ്യിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വല്ല ബന്ധനങ്ങളും ബാക്കി നിൽക്കുമോ? അതുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ വസുദേവരുടെ ചങ്ങലകളൊക്കെ അഴിയുന്നു. അദ്ദേഹം മുന്നോട്ട് നടക്കുന്നതാണ് കഥ. തതശ്ച ശൗരിർ ഭഗവത് പ്രചോദിതഃ സുതം സമാദായ സസൂതികാഗൃഹാത് യദാ ബഹിർഗന്തും ഇയേഷ തർഹ്യജാ യാ യോഗമായ അജനി നന്ദജായയാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. തതശ്ച ശൗരിർഭഗവത് പ്രചോദിതഃ സുതം സമാദായ സസൂതികാഗൃഹാത് യദാ ബഹിർഗന്തും ഇയേഷ തർഹ്യജാ യാ യോഗമായാ ജനി നന്ദജായയാ. തതശ്ച അപ്പ തന്നെ, ഉടനെ തന്നെ, അനന്തരം അർത്ഥം. ശൗരിഹി ശൂരസേനപുത്രനായിട്ടുള്ള വസുദേവർ ഭഗവൽ പ്രചോദിത, ഭഗവാനാൽ പ്രേരിതനായിട്ട്. പുറത്തുനിന്ന് ഭഗവാൻ പറഞ്ഞ ശ്ലോകം അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രേരിതനായിട്ട്, അല്ലെങ്കിൽ ഉള്ളിലിരുന്നു കൊണ്ട് പ്രേരിപ്പിച്ചിട്ട്, എന്തർത്ഥത്തിലാണെങ്കിലും ശരി, ഭഗവാനാൽ പ്രേരിതനായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കാണും. പ്രചോദിത സുതം സമാദായ സൂതികാഗൃഹാത്. സഹ ശൗരി സൂതികാഗൃഹാത്. ആ സൂതികാഗൃഹത്തിൽ നിന്ന് സുതം സമാദായ, തന്റെ പുത്രനെ സമ്യകാദായ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട്, യഥാ ബഹിർഗന്തും ഇയേഷ, യഥാ എപ്പോഴാണോ ബഹിർഗന്തും പുറത്തേക്ക് ഗമിക്കുവാനായിട്ട്, ഇയേഷ എന്ന് പറഞ്ഞാൽ ഇച്ഛിച്ചു, അദ്ദേഹം ഇച്ഛിച്ചു, പുറത്തു പോകാനായിട്ട് ഇച്ഛിച്ചു. തർഹി എന്ന് പറഞ്ഞാൽ അപ്പോ തന്നെ എന്നർത്ഥം. യഥാ തഥാ എന്നുള്ള അർത്ഥം തന്നെയാണ് യഥാ തർഹി. യർഹി തർഹി ഒക്കെ പ്രയോഗിക്കുക. എപ്പോഴാണോ അദ്ദേഹം പുറത്തേക്ക് ഗമിക്കാൻ ഇച്ഛിച്ചത്, തർഹിയേവ അപ്പൊ തന്നെ, അറ്റ് ദ സെയിം ടൈം. യാ യോഗമായ, ഏതൊരു യോഗമായ ദേവിയുണ്ടോ, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വന്ന ഭഗവാന്റെ ശക്തി, അജനി ജലിച്ചു. എവിടെ? നന്ദജായയാ, നന്ദന്റെ ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ.
ഇപ്പൊ നന്ദന്റെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യ നിമിത്തമായിട്ട്, യശോദ നിമിത്തമായിട്ട് എന്നർത്ഥം. അപ്പൊ യശോദ നിമിത്തമായി, യശോദ എന്ന അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് ആ യോഗമായ അജനി ജാതയായി ജനിച്ചു. ജന്മമില്ലാത്തവൾ ജനിച്ചു അല്ലേ? അനാദിയായ മായ ഇവിടെ ആദിയുള്ളവളെ പോലെ കാണപ്പെട്ടു. അജനി നന്ദജായ. അപ്പൊ ഇത് ഭഗവതിയുടെ അവതാരം. ഇത് പക്ഷെ പരോക്ഷം ആയിട്ട് നടക്കുന്നത് കൊണ്ടാവാം അല്ലേ? അവിടെയാണ് ജനിച്ചത്. എവിടെ? നന്ദഗോകുലത്തിൽ ജനിച്ചു. ഇനി പ്രത്യക്ഷമായിട്ട് കാണാൻ പോകുന്നപ്പോഴാ കംസന്റെ കയ്യിൽ നിന്നും മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ. അതുകൊണ്ട് സപ്താഹത്തില് ആ ദേവി കംസന്റെ കയ്യിൽ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോഴാണ് നമ്മൾ ദേവിക്കുള്ള ആരതി കാണിക്കുക. സർവത്ര ദേവീനാമ സങ്കീർത്തനം പറഞ്ഞ് ദേവിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ദേവിക്ക് ആരതി കാണിക്കുന്നത് ആ പ്രത്യക്ഷമായി അഷ്ടബാഹുവായി 8 കൈകളിലും ദിവ്യായുധങ്ങളോടുകൂടി ദേവന്മാരാലെല്ലാം സ്തുതിക്കപ്പെട്ടുകൊണ്ട് സേവിക്കപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഭാവത്തില്. അല്ലയോ ദുരാചാരനായ കംസ, നീ നിന്റെ പരാക്രമം നിസ്സഹായരായിട്ടുള്ള സ്ത്രീകളുടെ നേരെയും കുട്ടികളുടെ നേരെയല്ല കാണിക്കേണ്ടത്. നിന്നെ വധിക്കാനുള്ള അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആ അഷ്ടബാഹുവായ നാരായണി, ആ ദേവിയുടെ ആവിർഭാവത്തിലാണ് നമ്മൾ സപ്താഹത്തില് ആരതി കാണിക്കുക. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇവിടെയാണ് ഭഗവതിയുടെ അവതാരത്തെക്കുറിച്ച്, ജന്മത്തെക്കുറിച്ച് പറയുന്നത്. തതശ്ച ശൗരിർ ഭഗവത് പ്രചോദിതഃ സുതം സമാഗായ സസൂതികാഗൃഹാത് യദാ ബഹിർഗന്തുമിയേഷ തർഹ്യജാ യാ യോഗമായാ ജനിനന്ദജായജ തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷ്വഭിഷായിദേഷ്വദ ദ്വാരസ്തു സർവാഃ പിഹിതാ ദുരത്യയാ ബൃഹത്കവാടായ സകീലശൃംഖലൈഃ താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വ്യപര്യന്ത യഥാ തമോരവേഃ വവർഷ പർജന്യ ഉപാംശുഗർജിതഃ ശേഷോന്വഗാത് വാരിനിവാരയൻ ബണൈഃ തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷ്വഭിഷായിദേഷ്വദ ദ്വാരസ്തു സർവാഃ പിഹിതാ ദുരത്യയാ ബൃഹത്കവാടായ സകീലശൃംഖലൈഃ താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വ്യപര്യന്ത യഥാ തമോരവേഃ വവർഷ പർജന്യ ഉപാംശുഗർജിതഃ ശേഷോന്വഗാത് വാരിനിവാരയൻ ബണൈഃ തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷു അപി ശായിദേഷു. തയാ എന്ന് പറഞ്ഞാൽ തയാ യോഗമായയാ. ആ യോഗമായാദേവി എന്ത് ചെയ്തു? ആ ദ്വാസ്ഥന്മാരുടെയും പൗരന്മാരുടെയും എന്താണ് പ്രത്യയ സർവവൃത്തികൾ ഹൃതമായി. പ്രത്യയം എന്ന് പറഞ്ഞാല് ഓരോരോ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ജ്ഞാനമുണ്ടാക്കുന്ന ഇന്ദ്രിയങ്ങളുടെ വൃത്തികൾ. ഇന്ദ്രിയങ്ങളാണ് ശബ്ദം പ്രതി അയനം ചെയ്യുന്നത്, സ്പർശം പ്രതി അയനം ചെയ്യുന്നത്, ഗന്ധം പ്രതി, രൂപം പ്രതി, സ്പർശം പ്രതി അല്ലെ, അല്ല രസം പ്രതി. 5 പ്രതികൾ, 5 വസ്തുക്കളുടെ നേർക്ക് അയനം ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന തിരിച്ചു വരുന്ന അറിവാണ് ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾ. അതിനാണ് പ്രത്യയം എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യയ സർവവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വൃത്തികൾ, ഇന്ദ്രിയ ജ്ഞാനവൃത്തികൾ എല്ലാം ഹൃതം, എല്ലാം ഹരിക്കപ്പെട്ടു, അപഹരിക്കപ്പെട്ടു, മായയാൽ ബാധിക്കപ്പെട്ടു. അതുകൊണ്ടെന്തായി? അവരെല്ലാവരും ശായിദേഷു, ശായിതരായി. ശായിതർ എന്നാൽ ശയിക്കപ്പെട്ടവർ, ഉറങ്ങിയവർ. അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം ദേവി മായാമോഹം കൊണ്ട് മൂടി ആവരണം ചെയ്തു. ദേവി ആവരണ ശക്തിയാണ്. ഒരേ സമയം അല്ലെ, ദേവിയെ ഭജിക്കാത്തവർക്ക് ദേവി ആവരണ ശക്തിയും, ദേവിയെ ഭജിക്കുന്നവർക്ക് ദേവി എന്താ പറയുക, വിദ്യാസ്വരൂപിണിയുമാണ്. അവിടെ അവിദ്യ ആണ് ആവരണം,
വിദ്യാസ്വരൂപിണിയായിട്ട് എല്ലാം അനാവരണം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഒരേ സമയം അവിദ്യയുമാണ് വിദ്യയുമാണ്. ഉപാസിക്കുന്നവർക്ക് വിദ്യ, ഉപാസിക്കാത്തവർക്ക് ദുഷ്ടന്മാർക്ക് അവിദ്യ. അപ്പൊ ഇവിടെ എല്ലാവരെയും ദേവി തന്റെ അവിദ്യാശക്തി കൊണ്ട്, തന്റെ ആവരണ ശക്തി കൊണ്ട്, മായ കൊണ്ട് എല്ലാവരെയും മൂടി. അങ്ങനെ എല്ലാവരും ദ്വാസ്ഥന്മാരെന്നാൽ ദ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, കവാടത്തിൽ കാവൽ നിൽക്കുന്നവർ, അന്നത്തെ സെൻട്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ, കാവൽക്കാര് എല്ലാവരും. പൗരേഷു, അവിടെ ദ്വാസ്തേഷു എന്ന് പറയുമ്പോ മധുരാപുരിയില് കംസന്റെ കാവൽക്കാര്, കംസന്റെ ഭൃത്യന്മാര്, ഈ കാരാഗൃഹത്തിന്റെ പുറത്തു നിൽക്കുന്നവരും. പൗരേഷു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പുരവാസികളും, അല്ലെ, മധുരാപുരവാസികളും. പൗരന്മാരെന്ന് പറയുമ്പോൾ പുരത്തിൽ വസിക്കുന്നവരാണ്. അപ്പൊ മധുരാപുരി വാസികളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മധുരാപുരവാസികളും ശായിദേഷു, എല്ലാവരും ശയനത്തിലേക്ക് പോയപ്പോൾ, എല്ലാവരും നല്ല സുഷുപ്തിയിലാണ്ടപ്പോൾ, അത് ദ്വാരസ്തു സർവാഹ പിഹിതാ ദുരത്യയാ ബൃഹത് കവാടായ സകീല ശൃംഖലൈഹി. എന്തായി? ബൃഹത് കവാട ആയസ കീല ശൃംഖലൈഹി പിഹിതാഹ ദുരത്യയാ സർവാഹ താ ദ്വാരഃ. എല്ലാം എന്തായി? സ്വയം വ്യവര്യത എന്ന് പറയുന്നു. സ്വയം വ്യവര്യത, തന്നെത്താൻ വിവരം ചെയ്തു. വിവരം എന്നാൽ ദ്വാരം, കവാടം, മാർഗം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ സ്വയം വ്യവര്യത, സ്വയം വിവരണം ചെയ്തു, സ്വയം തുറന്നു എന്നാണ്. അപ്പൊ എങ്ങനെ സ്വയം വിവര്യത? ഏതൊക്കെയാണ് സ്വയം വിവര്യത? ബൃഹത് കവാട. ബൃഹത് കവാടം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കവാടങ്ങളാണ്, കോട്ടവാതിലുകളാണ്. ആയസ കീലം, ശൃംഖലം. ആയസം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ളത്, അയൺ കൊണ്ടുള്ളത്, അയസ് കൊണ്ടുള്ളത്. കീലം എന്നാൽ പൂട്ട്, ബോൾട്ട് എന്നൊക്കെ അർത്ഥമാണ്. ശൃംഖലം എന്നാൽ ചങ്ങലകള്. അപ്പോ വലിയ വാതിലുകളും ഇരുമ്പഴികളും ചങ്ങലകൾ കൊണ്ടും പിഹിതാഹ. പിഹിതാഹ എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചിരുന്നത്, മറച്ചു വെച്ചിരുന്നത് എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെയുള്ള മറച്ചു വെച്ചിരുന്നത് ദുരത്യയാഹ, ആർക്കും തരണം ചെയ്യാൻ കഴിയില്ല. വസുദേവർക്കൊന്നും കടക്കാൻ പറ്റാത്തതാണ്, ശക്തന്മാർക്ക് പോലും കടക്കാൻ പറ്റാത്തത്, അത്യയം ചെയ്യാൻ കഴിയാത്തത്. എന്നിട്ടും ദുരത്യയാഹ സർവാഹ താ ദ്വാരഃ, എല്ലാ ദ്വാരങ്ങളും സ്വയം വ്യവര്യന്ത, സ്വയം തുറന്നു. ഏതുപോലെ എന്ന് പറയണം. എപ്പോൾ? ആ കൃഷ്ണവാഹേ വസുദേവേ ആഗതേ, കൃഷ്ണനെ വഹിച്ചുകൊണ്ടുള്ള വസുദേവൻ ആഗതമായപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതേത് വാതിൽക്കൽ കൃഷ്ണവാഹനായിട്ടുള്ള വസുദേവൻ ആഗമിച്ചുവോ അതാത് വാതിലുകൾ അപ്പപ്പോ തുറന്നു. അങ്ങനെ ഏതുപോലെ രവേഹേ യഥാ തമഃ. രവേഹേ, രവി ആരാ? സൂര്യൻ, ഉദയ സൂര്യനാണ് രവി. ആ രവി വരുമ്പോൾ എങ്ങനെയാണോ യഥാ തമഃ വിവര്യന്തേ, തമസ് വഴിമാറിക്കൊടുക്കുക, ഇരുട്ട് വഴിമാറിക്കൊടുക്കുക. അപ്പൊ സൂര്യൻ ഉദിച്ചുദിച്ചു വരുംതോറും ഏതേത് ദിക്കിലാണോ സൂര്യൻ പ്രകടമാകുന്നത് അതാത് ദിക്കില് ഇരുട്ട് വഴിമാറും പോലെ ഭഗവാനാകുന്ന സൂര്യനെ കയ്യിലെടുത്തിരിക്കുന്ന വസുദേവർ മുന്നോട്ട് വരുംതോറും ആ കവാടങ്ങളൊക്കെ നിഷ്പ്രയാസം മാറിക്കൊടുത്തു. എല്ലാ ആവരണങ്ങളും നീങ്ങി. അങ്ങനതാ വഴി ക്ലിയറായിക്കൊണ്ടിരിക്കുന്നു. താ കൃഷ്ണവാഹേ വസുദേവാഗതേ സതി തമഃ യഥാ രവേഹേ സാന്നിധ്യേ വ്യവര്യന്തേ തദായേവ സ്വയം വ്യവര്യന്ത. അപ്രകാരം സ്വയം എന്താ പറയുക, തുറന്നു വെച്ചു എന്നർത്ഥം, തന്നെത്താൻ തുറന്നു. ആ സമയത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ വവർഷ പർജന്യ ഉപാംശുഗർജിത. പർജന്യ എന്ന് പറഞ്ഞാൽ മേഘങ്ങള്. ആ സമയത്ത് വവർഷ, വർഷിച്ചു. എങ്ങനെ? ചെറിയ ഗർജനത്തോടു കൂടിയിട്ട്. ഉപാംശു എന്ന് പറഞ്ഞാല് നമ്മൾ ചുണ്ടനക്കിക്കൊണ്ട് ജപിക്കുന്ന ജപത്തിന്റെ പേരാണ് ഉപാംശു, ഉപാംശു ജപം. മറ്റൊന്ന് വലിയ ശബ്ദത്തിൽ ജപിക്കുന്നത്, ഘോഷത്തിലുള്ളതായിട്ട് ജപം. മറ്റൊന്ന് മനസ്സിൽ ജപിക്കുന്ന ജപമുണ്ട്, പലതരത്തിലുള്ള ജപങ്ങളുണ്ട്. മനോജപം, അല്ലെങ്കിൽ ഉപാംശു ജപം, അല്ലെങ്കിൽ ശബ്ദത്തിലുള്ള ജപം. അപ്പൊ ഇവിടെ ഉപാംശു ഗർജിത എന്ന് പറഞ്ഞാലോ മേഘങ്ങൾ പതുക്കെ പതുക്കെ ഗർജിച്ചു. എന്താ വെച്ചാൽ വലിയ ഇടിയൊക്കെ വെട്ടിയാൽ ഈ ഉറങ്ങിയവരൊക്കെ എണീച്ചാലോ. അതുകൊണ്ട് വലിയ ഇടിയൊന്നും വെട്ടിയില്ല. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ചെറിയ ഇടിയൊന്നും വെട്ടിയാൽ എണീക്കാറില്ല. നല്ല ഭയങ്കര ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാലോ എല്ലാവർക്കും കുലുക്കം.
നമ്മൾ ചാടി എഴുന്നേൽക്കും. അപ്പൊ അതുപോലെയൊന്നുമില്ല, മന്ദമന്ദമായിട്ട് ഇടിവെട്ടുണ്ടായി. പർജന്യ ഉപാംശു ഗർജിത വർഷ, പതുക്കെ വർഷിക്കാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ആ സമയം തഥാ ഭഗവാന് കൊടപിടിക്കാനായിട്ട് ആര് വന്നു? ഭഗവാന്റെ സേവകനായിട്ടുള്ള ആദിശേഷൻ. അതാണ് ശേഷ വാരി നിവാരയൻ പണൈഹി വാരി നിവാരയന് അന്വഗാത്. ശേഷ ആദിശേഷ തന്റെ ഭണങ്ങളെ കൊണ്ട്, തന്റെ പത്തികളെ കൊണ്ട്, ആ ശിരസ്സുകളെ കൊണ്ട് അതിനെല്ലാം വിടർത്തിക്കൊണ്ട് വലിയ കൊട പിടിച്ചതുപോലെ പിടിച്ച് വാരിയെ നിവാരണം ചെയ്തുകൊണ്ട് അന്വഗാത്, അന്വഗാത് അനുഗമിച്ചു, പിന്നാലെ ചെന്നു എന്നർത്ഥം. അപ്പോ ആദിശേഷൻ ഭഗവാന്റെ പുറകെ കൊട പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഒരു തുള്ളി വെള്ളം ഭഗവാന്റെ ദേഹത്തേക്ക് പതിക്കാതെ. വസുദേവർക്കും മഴ കൊള്ളാതെ സഞ്ചരിക്കാനായി. ഇനി ഈ ആദിശേഷന്റെ ശിരസിലുള്ളതായിട്ടുള്ള രത്നങ്ങൾ വഴിയും കാട്ടും ഈ ഇരുട്ടത്ത്, അല്ലെ? LED ലൈറ്റുകളായിട്ട് അനേക ലൈറ്റുകൾ, ഒരു ലൈറ്റല്ല, പോകുന്ന വഴിയൊക്കെ വെളിച്ചം കാണിച്ചുകൊണ്ട് ആദിശേഷൻ കൂടെ നടന്നു. മഘോ നിവർഷത്യസകൃത്യമാനുജ ഗംഭീരതോയൗഘജവോർമിഭേനില ഭയാനകാവർത്ത ശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയഃ പദേ. മഘോ നിവർഷത്യസകൃത്യമാനുജ ഗംഭീരതോയൗഘജവോർമിഭേനില ഭയാനകാവർത്ത ശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയഃ പദേ. മഘോനി വർഷതി സതി. മഘോനി എന്നുള്ളത് ഭഗവാൻ എന്നുള്ള ശബ്ദം ഇന്ദ്രന്റെ പര്യായമാണ് ഭഗവാൻ. അതിന്റെ സപ്തമിയാണ് മഘോനി. അപ്പൊ മഗവതി എന്നും പറയാം, മഘോനി. വർഷതി സതി, അദ്ദേഹം വർഷിച്ചുകൊണ്ടിരിക്കണം. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ പണി ചെയ്യണം, ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട്. ആ സമയത്ത് ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു. അങ്ങനെ എങ്ങനെ? അസകൃത് വർഷതി എന്ന, നിരന്തരമായിട്ട്. സകൃതല്ല, സകൃത് ഒരിക്കലാണ്. അസകൃത് നിരന്തരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യമാനുജ എന്ന് പറഞ്ഞു. യമാനുജ ആരാണ്? യമന്റെ അനുജത്തി യമുന, അല്ലെ? രണ്ടുപേരും സൂര്യപുത്രന്മാർ, സന്തതികളാണ്. സൂര്യന്റെ പുത്രനാണ് യമൻ, സൂര്യന്റെ പുത്രിയാണ് യമുന, കാളിന്തി. ആ കാളിന്തി യമാനുജ എങ്ങനെയുള്ളവളായിട്ട്? ഗംഭീര തോയൗക ജവോർമി ഭേനില ഭയാനകാവർത്ത ശതാകുല. യമാനുജയായ നദിയെ വിശേഷിപ്പിച്ചതാണ് രണ്ട് പദങ്ങള്. ഗംഭീര തോയൗക ജവോർമി ഭേനില, ഗംഭീരമായ തോയം എന്ന് പറഞ്ഞാൽ ആഴമേറിയ അഗാധമായ വെള്ളം കാളിന്തിയിലുണ്ട്. മഴക്കാലമാണ്, നല്ല ആഴത്തിലുള്ള വെള്ളമുണ്ട്. അതിന്റെ ഓഘ ജവം, പ്രവാഹവേഗം. ഓഗസ് എന്ന് പറഞ്ഞാൽ പ്രവാഹം, ജവം വേഗം, ശക്തി. അപ്പൊ പ്രവാഹ വേഗമുണ്ട്. അതുപോലെ ഊർമി ഭേനില. ഊർമി എന്നാൽ തിരമാലകള്, ഭേനം എന്ന് പറഞ്ഞാൽ നുരകള്. അതൊക്കെ ഉള്ളത് എന്നർത്ഥം. തിരമാലകളോടും നുരകളോടും കൂടി, നുരഞ്ഞ് പതഞ്ഞ് ഒഴുകുന്ന തിരമാലകളോടുകൂടി, ഗംഭീരമായ ആഴത്തോടുകൂടി, വലിയ ശക്തിയോടുകൂടി ഒഴുകുന്നതായിട്ടുള്ള നദിയാണ്. മഴക്കാലമാണ്. അപ്പൊ അങ്ങനെ ഒഴുകുന്നതായിട്ടുള്ള സമയത്ത് യമാനുജ ഭയാനക ആവർത്ത ശതാകുല. ഭയാനകം, ആർക്കും ഭയത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആവർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ചുഴികൾ. വഴിയിലൊക്കെ പല ഭാഗത്തും ചുഴികളുണ്ടാവും, ആഴമേറിയ സ്ഥലങ്ങൾ. അങ്ങനെയുള്ള ആവർത്ത ശതാകുല, അനേക ചുഴികളോടും കൂടിയിരിക്കുന്ന യമാനുജ നദി, ആ യമുന നദി എന്ത് ചെയ്തു? മാർഗം ദദൗ, മാർഗത്തെ കൊടുത്തു. ഏതുപോലെ? സിന്ധുഹു ഇവ ശ്രിയഃ പദേഹേ. ശ്രിയഃ പദേഹേ സിന്ധുഹു ഇവ. അവിടെ ശ്രിയഃ പതി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മീപതി, ലക്ഷ്മീപതിയായ ഭഗവാൻ രാമനായിട്ട് അവതരിച്ചപ്പോൾ, ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ എങ്ങനെയാണോ സേതുബന്ധനം ചെയ്യാനായിക്കൊണ്ട് വഴി കൊടുത്തത്, അതുപോലെ എന്ന് എടുക്കാം. അപ്പോ എന്താ പറയുക, വസുദേവരുടെ കണങ്കാലോളം മാത്രമായി മാറി വെള്ളം എന്ന് പറയാം. ആ ലക്ഷ്മീപതിയായ രാമൻ രാവണവധത്തിനായിക്കൊണ്ട് ലങ്കയിലേക്ക് പോകുമ്പോൾ എപ്രകാരമാണോ ആ സേതുബന്ധനത്തിനായിട്ട് സമുദ്രം വഴിമാറിക്കൊടുത്തത്, അതുപോലെ സാക്ഷാൽ ലക്ഷ്മീപതി തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നില്ല, കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. ആ
ആ ദേവിക്ക് മനസ്സിലായി, യമുനാദേവിക്ക് മനസ്സിലായിക്കൊണ്ട് ദേവി വഴിമാറിക്കൊടുത്തു. ശ്രീയഃപദേഹേ സിന്ധുരിവ മാർഗം ദദൗ. നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ തൽ സുതാമുപാദായ പുനർഗൃഹാനഗാത്. നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ തൽ സുതാം ഉപാദായ പുനർഗൃഹാൻ അഗാത്. ചുരുക്കി കഥയെ, ശൗരിഹി ആ ശൂരസേനപുത്രനായ വസുദേവർ നന്ദവ്രജം ഉപേത്യ ആ നന്ദന്റെ ഗോകുലത്തിലേക്ക് പ്രാപിച്ചിട്ട് തത്ര ഗോപാൻ താൻ നിദ്രയാ പ്രസുപ്താൻ ഉപലഭ്യ തത്ര അവിടെയുള്ള താൻ ഗോപാൻ ആ ഗോപന്മാരെയൊക്കെ നിദ്രയാ പ്രസുപ്താൻ യോഗനിദ്രാദേവിയാൽ ഉറക്കപ്പെട്ടിരിക്കുന്നു, നല്ല പോലെ ഉറങ്ങിയവരായിട്ട് ഉപലഭ്യ കണ്ടിട്ട്. അപ്പൊ എല്ലാവരും നല്ല സുഖ നിദ്രയിൽ ഗാഠനിദ്രയിൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. അത് കണ്ടിട്ട് സന്തോഷം ധൈര്യപൂർവം യശോദാശയനെ സുതം നിദായ ചെന്ന കാര്യം വേഗം നടത്തി ആ യശോദയുടെ ശയനത്തിലേക്ക് മെത്തയിലേക്ക് കൊണ്ടുപോയിട്ട് സുതം നിദായ തന്റെ പുത്രനെ മനസ്സോടെ ഇനി എപ്പോഴാ കാണുകയെന്നൊന്നും അറിയില്ല, എങ്കിലും ഭഗവാന്റെ നിർദ്ദേശമാണ്, ഭഗവാനാണ് അതിനൊക്കെ മനോധൈര്യവും ശക്തിയും ഒക്കെ കൊടുക്കുന്നത്. ആ ഭഗവാനിൽ നിന്ന് ആ ശക്തി ആർജിച്ചവനായിട്ട് ശൗരി തന്നെയായിട്ടുള്ള വസുദേവർ, അല്ലെ, ശൗരി എന്ന വാക്കിന് ശൂരൻ എന്ന അർത്ഥമുണ്ടല്ലോ, മനസ്സിന് ധീരതയുള്ളവൻ. അദ്ദേഹം എങ്ങനെയോ ആ ഭഗവാനെ അവിടെ യശോദ മെത്തയിൽ ശയനത്തിൽ വെച്ചിട്ട് യശോദാശയനെ സുതം നിധായ തൽസുതാമുപാദായ തൽസുതാം അവളുടെ പുത്രിയെ സ്വീകരിച്ചിട്ട് മായാദേവിയെ സ്വീകരിച്ച് പുനഃ ഗൃഹാൻ അഗാത് വീണ്ടും തിരിച്ച് തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി വന്നു. എവിടെയാ ഗൃഹം? കാരാഗൃഹം. കംസന്റെ കാരാഗൃഹത്തിൽ ഭാര്യ കാത്തിരിപ്പുണ്ട്, അല്ലേ? പാവം ദേവകീദേവി അവിടെയുണ്ട്. തിരിച്ചവിടേക്ക് തന്നെയാണ് ഈ കുട്ടിയുമായിട്ട് ചെല്ലുന്നത് എന്ന് പറയാം. നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിദായ തൽസുതാം ഉപാദായ പുനർഗൃഹാൻ അഗാത്. ദേവക്യാ ശയനേന്യസ്യ വസുദേവോ ദദാരികാം പ്രതിമുച്യ പതോർലോഹം ആസ്തേ പൂർവവദാവൃതഃ. ദേവക്യാ ശയനേന്യസ്യ വസുദേവോ ദദാരികാം പ്രതിമുച്യ പതോർലോഹം ആസ്തേ പൂർവവദാവൃതഃ. അങ്ങനെ വസുദേവ അത് ദാരികാം ദേവക്യാഹ ശയനേന്യസ്യ. അങ്ങനെ അനന്തരം വസുദേവർ ദാരികാം, ദാരിക എന്ന് പറഞ്ഞാൽ പുത്രിയെ, ഇവിടെ കൊണ്ടുവന്ന മകളെ എന്നർത്ഥം. ആ യശോദയുടെ പുത്രിയെ താൻ എടുത്തോണ്ട് വന്നല്ലോ, ഇനിയിപ്പോ ആരുടെ പുത്രിയാണ്? തന്റെ പുത്രിയാണ്. അപ്പൊ അങ്ങനെയുള്ള ദാരികയെ, തന്റെ പുത്രിയെ, ഇവിടെ ദാരിക എന്ന് പറഞ്ഞാല് വാവിട്ട് കരയുന്ന പ്രായം എന്നാണ് അർത്ഥം. അപ്പൊ കരയുന്ന കുട്ടിയാണ്, ഇനിയിപ്പോ കരയാൻ പോണു. ഇതുവരെ കരയാതിരുന്നത് ആരെയും ഉണർത്തണ്ടെന്ന് കരുതിയിട്ടാണ്. ഇവിടെ എത്തി ഇനിയിപ്പോ ദേവകിയുടെ മടിയിൽ കൊടുക്കുന്നതോടുകൂടി കരച്ചിൽ ആരംഭിക്കും. വാ പിളർന്ന് നിലവിളിച്ച് കരയുന്നവൾ എന്നാണ് ദാരിക എന്നുള്ള വാക്കിന്റെ അർത്ഥം. ദാരികൻ എന്ന് കുട്ടികൾക്കും പേര്, ദാരിക. അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടിയെ എന്ത് ചെയ്തു? ദേവക്യാഹ ശയനേ നെസ്യ, തന്റെ ഭാര്യയായ ദേവകിയുടെ മെത്തയില് കിടത്തി. ഒന്നും അറിയാത്ത പോലെ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, അല്ലേ? ഭഗവാൻ പറഞ്ഞു, ചെയ്തു. ഇവിടെ കർത്തൃത്വം ഇല്ല ആർക്ക്? വസുദേവർക്ക് ഇതിൽ യാതൊരു കർത്തൃത്വം ഇല്ല. അതുകൊണ്ട് അഭിമാനിക്കേണ്ടതില്ല, കുറ്റബോധം വേണ്ടതില്ല. ആരാ ചെയ്യിപ്പിച്ചത്? ഭഗവാൻ. എല്ലാ കർമ്മങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല കർമ്മങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല, അറിയാറില്ല. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ വസുദേവരെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഭഗവാൻ ചെയ്തതാണ്. കാരണം അദ്ദേഹത്തിന് സ്വയം ചെയ്യാനുള്ള കഴിവുണ്ടോ? അദ്ദേഹത്തിന് ഇതിൽ ചങ്ങല പൊട്ടിക്കാനുള്ള കഴിവുണ്ടോ? വാതിൽ തുറക്കാനുള്ള കഴിവുണ്ടോ? ഇവരെയൊക്കെ ഉറക്കാനുള്ള കഴിവുണ്ടോ? നദി കടക്കാനുള്ള കഴിവുണ്ടോ? അല്ലേ? മഴയത്ത് കടന്നു പോകാനുള്ള കഴിവുണ്ടോ? അവിടെ ചെല്ലുമ്പോൾ എല്ലാം തുറന്നു കിടക്കാനുള്ള കഴിവുണ്ടോ? ഒരു കഴിവും വസുദേവർക്കില്ല. അപ്പൊ പിന്നെ ആരാ ചെയ്തത്? എല്ലാം ഭഗവാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു അഭിമാനവുമില്ല, കർത്തൃത്വവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം താനൊരു കുറ്റം ചെയ്തവനാണ് എന്നുള്ള മട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കംസനോട് പറയേണ്ട ആവശ്യമില്ല, അയ്യോ ഞാൻ നിങ്ങളെ പറ്റിച്ചൂട്ടോ, ഞാൻ അപരാധം ചെയ്തുട്ടോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മിണ്ടാതിരുന്നാ മതി. ഭഗവാൻ പറഞ്ഞത് ചെയ്തു, ഭഗവാൻ ഏൽപ്പിച്ചത് ചെയ്തു, ഭഗവാനാണ് എല്ലാം ചെയ്യിച്ചത്. പിന്നെന്തിനാ എനിക്ക് കർത്തൃത്വം, പിന്നെന്തിനാ എനിക്ക് കുറ്റബോധം? ഒന്നും വേണ്ട. അതാണ് വസുദേവ അത് ദാരികാം ദേവക്യാഹ ശയനേ ന്യസ്യ പദോഹോ ലോഹം പ്രതിമുച്യ. രണ്ട് പാദങ്ങളിലും ലോഹത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചങ്ങലയെ പ്രതിമുച്യ എന്നുള്ള വീണ്ടും പഴയതുപോലെ കൊളുത്തിയിട്ടു, തിരിച്ചിട്ടിട്ട് ബന്ധിച്ചിട്ട് ആവൃത കവാടങ്ങളൊക്കെ അടഞ്ഞു. പൂർവവത് ആസ്തേസ്മ മുമ്പത്തെ പോലെ തന്നെ ഇരുന്നു. അത്രേ, ഒന്നും സംഭവിക്കാത്ത മട്ടില് പഴയ പോലെ തന്നെ ഇരുന്നു. അപ്പൊ ദേവകി പ്രസവിച്ചതാണ് ഈ പെൺകുട്ടിയെ എന്ന മട്ടിലെ ലോകം അറിയുള്ളൂ, വേറെ ആരും അറിയുള്ളൂ. ആകെ അറിയുന്നത് ദേവകിക്കും വസുദേവർക്കും മാത്രം, ഭഗവാനും മാത്രം. ഭഗവാന്റെ ഇച്ഛയാണ് ഇങ്ങനെ നടക്കേണ്ടത്, ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുകൊണ്ട് വസുദേവരിരുന്നു. ഇതേ സമയത്ത് അവിടെ യശോദ ഈ താൻ പ്രസവിച്ച കുട്ടിയുടെ ലിംഗം എന്താണെന്ന് അറിഞ്ഞില്ല എന്നും കൂടി പറയണം ഇവിടെ. യശോദാനന്ദപത്നീച ജാതം പരം അബുദ്ധ്യതാന തല്ലിംഗം പരിശ്രാന്താ നിദ്രയാപഗത സ്മൃതി. യശോദാനന്ദപത്നീച ജാതം പരമബുദ്ധ്യത ന തല്ലിംഗം പരിശ്രാന്ത നിദ്രയാപഗത സ്മൃതി. ആ യശോദ നന്ദപത്നിയായിട്ടുള്ള യശോദാദേവി ജാതം പരം, തനിക്ക് ഒരു കുട്ടിയുണ്ടായി എന്ന് മാത്രം അബുദ്ധ്യത അറിഞ്ഞു. താൻ പ്രസവിച്ചു എന്നൊരു ബോധമുണ്ട്, അത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പരിശ്രാന്തയായിരുന്നു, ക്ഷീണിച്ചവളായിരുന്നു. ഇതെല്ലാം യോഗമായാദേവിയുടെ പണിയാണ്. അനസ്തേഷ്യ അല്ലെ, ഒരു അനസ്തേഷ്യയിൽ പെട്ടതുപോലെ ദേവിയെ യശോദയെ നിദ്രയിലാഴ്ത്തി. അങ്ങനെ നിദ്രയാ അപഗത സ്മൃതി, നിദ്ര കൊണ്ട് സ്മൃതി പോയവളായിട്ട്, ബോധമില്ലാത്തവളായിട്ട്, എന്താ താൻ പ്രസവിച്ചത് ആരെയാണ്, എന്താണ്, ആണാണോ പെണ്ണാണോ ഒന്നും നോക്കാനുള്ള ബോധമൊന്നുമില്ല. അങ്ങനെ ബോധരഹിതയായിട്ട് അപഗത സ്മൃതിയായിട്ട് തല്ലിംഗം നാബുദ്ധ്യത. ആ കുട്ടിയുടെ ലിംഗം എന്താണ്, ലക്ഷണം എന്താണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളതായിട്ടുള്ള ലക്ഷണത്തെ, ലിംഗം എന്നാൽ ലക്ഷണം, നാബുദ്ധ്യത അറിഞ്ഞില്ല. മോഹിതയായിരുന്നു, നിദ്രയിൽ ബാധിക്കപ്പെട്ടിരുന്നു, അപഗത സ്മൃതിയായിരുന്നു, പരിശ്രാന്ത ക്ഷീണിതയുമായിരുന്നു. ഇത്രയും ദിവസം 10 മാസം ഗർഭം ചുമന്നതിന്റെ ക്ഷീണം, അവശയായിട്ട് അങ്ങനെ സുഖപ്രസവമായിരുന്നു എന്ന് പറയാം. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സുഖപ്രസവമായിട്ട് ഒന്നും അറിഞ്ഞില്ല. മറ്റ് വയറ്റാട്ടികളോ ആരുടെയും സഹായവും വേണ്ടി വന്നില്ലാവണോ. ഇപ്പൊ മറ്റ് ജന്തുക്കളൊക്കെ എങ്ങനെയാ പ്രസവിക്കുന്നത്? ആരെങ്കിലും കാവൽ നിന്നിട്ടാണോ? എല്ലാ ജന്തുക്കളും പ്രസവിക്കുന്നുണ്ട്. ലോകത്തിലുള്ള സകല ജന്തുക്കളും എവിടെയെങ്കിലും ഏകാന്തത്തിൽ പോയിട്ടാണ് പലപ്പോഴും പ്രസവിക്കുക, ആരുടെയും സഹായം ഇല്ലാതെ. അപ്പൊ അതേപോലെ മനുഷ്യർക്കും പ്രസവിക്കാം, അതിനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് ശീലിച്ചു, ഓരോന്ന് ശീലിച്ചതുകൊണ്ട് സഹായം ആവശ്യമാണ്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്, എന്ത് ശീലിച്ചു അത് വേണം, ശീലിക്കാത്തതൊന്നും ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഈ ഭഗവാന്റെ അവതാര അധ്യായം, ഗംഭീരമായിട്ടുള്ള അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഭഗവാന്റെ ജന്മോത്സവമാണ് അതിനു മുമ്പായിട്ട് കംസന്റെ പരാക്രമം, ഈ കുട്ടിയെ കൊല്ലാൻ വരുന്നത്. തുടർന്നാണ് ഭഗവാന്റെ ജന്മോത്സവവും മറ്റുമൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ജന്മപ്രകരണേ ഭഗവൽ പ്രാദുർഭാവ നിരൂപണം നാമ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ
ഭഗവൻ നമസ്തേ. ഹരി ഓം. വൈകുന്നേരം നോക്കട്ടെ, കുറച്ച് തിരക്കുകളുണ്ട്, പറയാം. അപ്പോൾ പോസ്റ്റ് ഇടാം. വൈകുന്നേരത്തെ പരിപാടി 6:30 ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട് എന്നിടാം. അപ്പോൾ കണ്ടാൽ മതി. ശ്രദ്ധിച്ചോളൂ, ഗ്യാരണ്ടി പറയില്ല, കുറച്ച് തിരക്കുകളുണ്ട്. ഓ, ഇവിടെ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഉറപ്പ്. കുറച്ച് ഗസ്റ്റുകളൊക്കെ ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്, പിന്നെ വേറെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഓ, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഇന്നില്ലെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് കാണാം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.